ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. സഹോദരങ്ങളെ, നേരത്തെ ലൈവ് സ്റ്റക്കായിപ്പോയി, അതുകൊണ്ടാണ് ആ ലൈവ് കട്ടായി പോയത്. കുറേ നേരം കൊണ്ട് ഞാൻ നോക്കുന്നു, ആ ലൈവ് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ കുറച്ച് പേര് ലൈവിലുള്ളൂ, കാരണം രാത്രിയിലാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും. പക്ഷേ എന്നെ കേൾക്കുന്ന കുറേ സഹോദരിമാരുണ്ട്. ഞാൻ ആ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ രാത്രിയിൽ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സഹോദരിമാർ ഒത്തിരി ബോൾഡാകാനുണ്ട്. നിങ്ങൾ ബോൾഡാകണം. നമ്മുടെ സമൂഹം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും നമ്മുടെ സമൂഹത്തിലെ മാന്യത എന്ന് പറയുന്നതും ഒക്കെ എന്ത് വൃത്തികേടുകളും തോന്നിവാസവും ആരും എന്തും പറഞ്ഞിട്ട് പോകുമ്പോഴും മിണ്ടാതിരുന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മാന്യത എന്നാണ് ഇവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതല്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കും അമ്മയുണ്ട്, നമുക്കും സഹോദരങ്ങളുണ്ട്. നമ്മളും ഒരു പെണ്ണാണ്, നമ്മളും ഒരു അമ്മയാണ്. പറഞ്ഞ പിടികിട്ടിയോ നിങ്ങൾക്ക്? എൻ്റെ അമ്മയെ ചോദിക്കുന്നത് പോലെ തന്നെയാണ് വേറൊരുത്തൻ്റെ അമ്മയെ ചോദിക്കുമ്പോഴും, എൻ്റെ അമ്മയെ ചോദിക്കുന്ന കണക്ക് തന്നെയാണ് വേറൊരുത്തിയുടെ അമ്മയെ ചോദിക്കുമ്പോഴും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സമൂഹത്തില് സ്ത്രീയെ അപമാനിക്കാൻ പുരുഷന്മാർക്ക് കിട്ടിയ ഏറ്റവും ആയുധമായിട്ട് അവർ ഉപയോഗിക്കുന്നത്, വായെടുത്ത ഉടനെ പറയും നിന്റെ അമ്മയെ തരുകൂടി, നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കടി, നിന്റെ അമ്മ മറ്റവളായിരുന്നടി, നിന്റെ അമ്മ ഇങ്ങനെയായിരുന്നടി, അല്ലെങ്കിൽ നീ അങ്ങനത്തവളാടി, നീ ഇങ്ങനത്തവളാടി, നിന്റെ ചേച്ചി ഇതാടി, നിന്റെ അനിയത്തി ഇതാടി എന്നേ പറയത്തുള്ളൂ. പുരുഷനോട് ഇവന്മാർ തെറി വിളിക്കാൻ ചെന്നു കഴിഞ്ഞാലും ഈ പുരുഷന്മാരോടും പറയുന്നത് നിന്റെ അമ്മ വെടിയാടാ, നിന്റെ അമ്മ മറ്റേ പണിക്ക് പോയടാ, നിന്റെ അമ്മ കള്ളവടിക്ക് ഉണ്ടാക്കിയതാടാ നിന്നെ. അപ്പോഴും അമ്മയാ കേട്, അമ്മയ്ക്കാ കേട്. ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ധാരണ. പിടികിട്ടിയോ പ്രിയ സഹോദരങ്ങളെ? അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ ഇത് കെട്ടിവെച്ചിരിക്കുന്ന ധാരണ കാരണം റീന ഇതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മാന്യന്മാരുടെ മാന്യതയെല്ലാം അങ്ങ് പോകും. അപ്പൊ റീന എന്തുവാ, ദൈവവചനവും എടുക്കാനുള്ള യോഗ്യതയില്ല റീനയ്ക്ക് കേട്ടോ. ഇതിന് മറുപടി കൊടുത്താൽ റീനയ്ക്ക് ദൈവവചനം എടുക്കാനുള്ള യോഗ്യതയില്ല. അപ്പൊ പിന്നെ റീന നരകത്തിന്റെ സന്തതിയായി മാറും നമ്മളിങ്ങനെ മറുപടി കൊടുത്താൽ. ദൈവവചനം വെച്ചിട്ട് നമുക്ക് വിറ്റ് കാശാക്കാം. ദൈവവചനം പറ്റിച്ച് നമുക്ക് ആളെ പറ്റിച്ച് കാശുണ്ടാക്കാം. ദൈവവചനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോലിക്കും കൂലിക്കും പോകാതെ മക്കളുടെ അടിവസ്ത്രം വരെ ദൈവവചനത്തിൽ നമുക്ക് വാങ്ങിച്ച് തിന്നാം. നമുക്ക് KFC മേടിച്ച് തിന്നാം. വീട്ടാന്തോറും നടന്ന് നമുക്ക് ആളെ പിടിക്കാം. സകല വഞ്ചനയും കപടവും എല്ലാം കാണിച്ചുകൊണ്ട് നമുക്ക് പറ്റിച്ച് കാശുണ്ടാക്കാം. മനസ്സിലായോ? പക്ഷെ റീന മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ റീനയ്ക്ക് മാന്യത അങ്ങ് പോയി കളയും. അതായത് നമ്മുടെ സമൂഹം വെച്ചിരിക്കുന്ന രീതി കണ്ടോ? എൻ്റെ അമ്മയെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഒരുത്തും പച്ചയ്ക്ക് പറയുക, നിന്റെ അമ്മ കള്ളവടിക്കുണ്ടാക്കിയതാ നിന്നെ എന്നങ്ങ് പച്ചയ്ക്ക് പറയുമ്പോഴത്തേക്കും ഷൂ മിണ്ടാതിരിക്കേട്ടിരിക്കണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിട്ട് ഓടണം പെണ്ണുങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയ വരാൻ പാടില്ല. ഇവന്മാരുടെ ഈ പൂരപ്പാട്ടും തെറിപ്പാട്ടും ഒക്കെ കേൾക്കാൻ സഹിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെങ്കിൽ വന്നാൽ മതി എന്നാ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ മാന്യതയോടുകൂടി സംസാരിക്കണം, തിരിച്ചൊന്നും പറയരുത്. എന്ത് വൃത്തികേടുകളും പറഞ്ഞിട്ട് പോയിക്കോളെ എല്ലാവരും. മനസ്സിലായോ? 2 കാറ്റഗറിയില്ല. ഒന്ന്, ആൺഭരണം, ആണുങ്ങൾ മാത്രമേ ഞങ്ങൾ സംസാരിക്കത്തുള്ളൂ, ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടുള്ളൂ, ഞങ്ങളെ സംസാരിക്കാൻ പാടുള്ളൂ, ഞങ്ങളെ സംസാരിക്കാവൂ. അതാകുമ്പോൾ നമ്മളെ പറയത്തില്ലല്ലോ. പറഞ്ഞാൽ നമ്മുടെ അമ്മയല്ലേ പറയത്തുള്ളൂ. പുരുഷന്മാരെ വന്നവന്മാർ 10 തെറി വിളിച്ചാലും നിന്റെ അമ്മയെ താടാ, മറ്റത് താടാ, നിന്റെ മോളെ താടാ, ചേച്ചിയെ താടാ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴും പെണ്ണിന്റെ തലയിലേ കെട്ടി വെക്കത്തുള്ളൂ. അവനൊന്നും പറയത്തില്ലല്ലോ. അപ്പൊ അവനൊരു കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പൊ ഒന്നിന് സ്ത്രീകൾ സോഷ്യൽ മീഡിയ വിട്ട് ഓടിക്കളയണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യരുത്, തിരിച്ചു പറയരുത്. കലുവാരി പോയി ഒറിജിനൽ ഐഡിയിൽ വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മനസ്സിലായോ? ഫേക്ക് ഐഡിയിൽ വന്നിട്ട് അന്തസ് കാണിക്കുന്നതല്ല, ഒറിജിനൽ ഐഡിയിൽ വന്നിട്ട് സംസാരിക്കാം. അപ്പം നമുക്ക് സംസാരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇതാണ് സംസ്കാരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിന് തിരിച്ച് അതേ നാണയത്തിൽ അടിക്കണം. മനസ്സിലായോ? സലീം CH, നീ മാന്യത പോലെയാണോ സംസാരിക്കുന്നത്? ഞാൻ ചുമ്മാ ഇരിക്കുന്ന നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി വന്നോ? ഞാൻ ചുമ്മാ ഇരിക്കുന്ന നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി വന്നോ? ഞാൻ ചുമ്മാ ഇരിക്കുന്ന നിന്റെ അമ്മയോ, ചുമ്മാ ഇരിക്കുന്ന നിന്റെ മോളെയോ, അല്ലെങ്കിൽ ചുമ്മാ നാട്ടിലിരിക്കുന്നവന്മാരുടെ അമ്മയും മോളെയൊക്കെ പറയാൻ വേണ്ടി ഞാൻ വന്നോടാ സലീമേ? നിന്നെപ്പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് എന്നെയും എൻ്റെ അമ്മയെയും
എന്റെ സഹോദരിയെയും അതുപോലെ തന്നെ ഇതുപോലെ സ്ത്രീകളായിട്ടിരിക്കുന്ന സ്ത്രീകളെയും അവരുടെ അമ്മയെയും സഹോദരിയെയും അതുപോലെ പുരുഷന്മാരെ തെറി വിളിക്കുമ്പോൾ പുരുഷന്മാരുടെ അമ്മയെയും സഹോദരിയെയും അവനെയും ഇവനെയൊക്കെ പറയേണ്ട കാര്യം നീയൊക്കെ? നിന്റെയൊക്കെ മാന്യതയ്ക്ക് തിരിച്ചു മാന്യത അതുപോലെ തന്നെ തരാൻ പാടുള്ളൂ. അതുകൊണ്ടാ തിരിച്ചു തരുന്നത്. വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോയി, അതില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. പിടികിട്ടിയോ? അല്ലാതെ നിന്നോടൊക്കെ മാന്യതയിലല്ല സംസാരിക്കേണ്ടത്. മനസ്സിലായോ? കണ്ടവന്റെ വീട്ടിലെ അമ്മയെ ചോദിക്കുമ്പോൾ നിന്റെ അമ്മയെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിനക്കും കൂടി മനസ്സിലാകണ്ടേ? അടിക്ക് മുറിപ്പത്തിലാ. ഇനി അങ്ങനെയേ ഉള്ളൂ. ഇനി സകല പെണ്ണുങ്ങളും അതുപോലെ തന്നെയാ. ഇനി നീ ഒന്നും മാന്യത പ്രതീക്ഷിക്കണ്ട ഇനി സ്ത്രീകളടുന്ന്. നീയൊക്കെ എന്ത് തോന്നിവാസം പെണ്ണിനെ പറയും, എന്ത് തോന്നിവാസം പെണ്ണുങ്ങളോട് നീയൊക്കെ സംസാരിക്കും. അപ്പോൾ അലക്സ് AD അലക്സ് ADക്ക് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അലക്സ് ADക്ക് അമ്മ ഭ്രാന്താശുപത്രിയിൽ കിടക്കുക. അതുകൊണ്ട് അതിന്റെ വിഷമം എഴുതുക അലക്സ് AD. അമ്മ ഭ്രാന്താശുപത്രിയിലാണെങ്കിൽ പൊന്നുമോനെ ഈ കമന്റ് ബോക്സ് അല്ല വേണ്ടത്. ഊളംപാറയിൽ അമ്മോട്ട് അമ്മയെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. മനസ്സിലായോ? അമ്മ എന്താ പറയുന്നേ, വട്ടാണെങ്കിൽ അമ്മയ്ക്ക് വട്ടാണെങ്കിൽ അമ്മയെ കൊണ്ട് ഊളംപാറയിൽ കൊണ്ട് ചികിത്സിക്കുക വേണ്ടത്. അല്ലാതെ എന്റെ കമന്റ് ബോക്സ് എടുത്ത് ഉപയോഗിച്ചിട്ടല്ല വരേണ്ടത്. പിടികിട്ടിയോ? നിനക്ക് അതിനുള്ള സമയമായിട്ടില്ല അലക്സിന് കമന്റ് ബോക്സിൽ വരാനുള്ള. ആദ്യം പോയി നിന്റെ കാര്യാദികളെ ചെയ്. അമ്മയെ കൊണ്ടുപോയി ഷോക്കടിപ്പിക്കുകയോ പറ്റുമ്പോഴെങ്കിൽ ഷോക്കടിപ്പിക്കുകയോ, അമ്മയ്ക്ക് ഗുളിക കൊടുക്കാൻ സമയമായെങ്കിൽ കൊണ്ട് ഗുളിക കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. സലീം CH, എടോ നിന്റെ വീഡിയോ മൊത്തം കാണുന്നുണ്ട്, നല്ല കാര്യം കാണുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയ്ക്കകത്ത് ഇന്നുവരെയും ഞാൻ ആരെയും മോശമായിട്ട് സംസാരിക്കാൻ പോയിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. കാരണം എന്റെ മാന്യത മറ്റുള്ളവരോട് മോശം സംസാരിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് ഞാൻ കൊടുത്തിരിക്കും. ഞാനെന്നല്ല, ഇനി ഓരോ പെണ്ണും അതേ ചെയ്യൂ. എല്ലാവരും ഉണ്ട് അമ്മമാര്, എല്ലാവർക്കും ഉണ്ട് പെങ്ങന്മാര്, എല്ലാവരും ഉണ്ട് ഭാര്യമാര്. എന്തെങ്കിലും നല്ല വീഡിയോ ഇടുന്നുണ്ടോ? ഞാൻ ഇടുന്നത് മുഴുവനും നല്ല വീഡിയോ. ഇത് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് വീഡിയോ, നേരത്തെ വന്നതും നല്ല വീഡിയോ. കാരണം സമൂഹത്തിന് വേണ്ടതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നല്ല വീഡിയോ. അല്ലാതെ നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് വന്നിട്ട് ചൊറിഞ്ഞിട്ട് പോകാനുള്ളതല്ല. 72 കൂറിമാര് സ്വർഗത്തിലുണ്ടെന്ന് പറയുന്ന നല്ല വീഡിയോ ആണോ? 72 കൂറിമാര് സ്വർഗത്തിലുണ്ട്, തുടുത്ത മാറിടങ്ങൾ അവിടെ ഉണ്ട്, നമുക്ക് ഉല്ലസിക്കാൻ അവിടെ പോകാം. അവിടെ 72 കൂറിമാരും DJ പാട്ട് പാടിത്തന്ന് നമ്മൾ ഉറക്കും എന്ന് പറയുന്നത് നല്ല വീഡിയോ ആണോ? അത് നല്ല വീഡിയോ ആണോ? തൂറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം നല്ലതാണോ? അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതല്ലേ 72 തുടുത്ത മാറിടമുള്ള പെണ്ണുങ്ങൾ അവിടെ മേളിലുണ്ട്. അവരെ കൊണ്ടുപോയിട്ട് എന്തുവാ അവരുടെ കൂടെ വിഭജിക്കാൻ പോണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ളവനെ എല്ലാം യഹൂദനെയും ക്രിസ്ത്യാനിയെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് നല്ലതാണോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. നീ ചെയ്യുന്ന വല്ല വീഡിയോ നല്ലതാണ്, ഞാൻ ചെയ്യുന്ന വീഡിയോ നല്ലതാ, എല്ലാ വീഡിയോയും നല്ലതാ. കാരണം അത് സമൂഹത്തിൽ ആണ് വേണ്ടത്, അത് സമൂഹത്തിന് ആവശ്യമാണ്. സലീം CH ഇതാണ് പറഞ്ഞത്. അതാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മന്റെ മതത്തിനകത്ത് ഈ വൃത്തികേടുകൾ എഴുതി വെച്ചിരിക്കും, അത് ഞാൻ പറയാൻ പാടില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താ സലീം CH ഉദ്ദേശിച്ചത്? നമ്മന്റെ മതത്തിൽ 72 പെണ്ണുങ്ങളെ തരാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. തുടുത്ത മാറിടമുള്ള, പ്രത്യേകിച്ചും നിനക്ക് വർഗീയത മാത്രമല്ലേ പറയാനുള്ളൂ. സത്യം തുറന്നു പറയുമ്പോ വർഗീയതയോ? അയ്യടാ ചക്കറേ, സത്യം തുറന്നു പറയുമ്പോ വർഗീയത. അയ്യോ അങ്ങനെ പറയല്ലേ സലീം CH. നമുക്കിത് സ്ഥിരം തക്കിയാണ്, നമ്മുടെ ഡയലോഗാണല്ലോ ഇത്. നമ്മൾ ആരുടെയും കമന്റ് ബോക്സിനകത്ത് പോകും, ആരുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മന്റെ മതത്തിന്റെ ഈ വൃത്തികേടുകൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത. നമ്മന്റെ മതം എന്ന് പറയുന്നത് സമൂഹത്തിന് ആപത്താണ്. മനസ്സിലായി ഇപ്പൊ എന്താണെന്ന് പറഞ്ഞിട്ട്? ഒന്നില് തൂറാനെ കക്കൂസി കൊണ്ടുപോയി ഫ്ലഷ് ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം സത്യപ്രതിജ്ഞ എടുക്കണം. ഞങ്ങൾ തൂറാനനുസരിച്ച് ജീവിക്കത്തില്ല, ഞങ്ങൾ മനുഷ്യരായിട്ട് ജീവിച്ചോളാം, വേണമെങ്കിൽ ജനിച്ചതിന്റെ പേരിൽ ഈ മതത്തിൽ അങ്ങ് കിടന്നോളാം, വേണമെങ്കിൽ ലേബലിൽ മതത്തിൽ കിടന്നോളാം, അല്ലാതെ ഞങ്ങൾ തൂറാനെന്ന് പറയുന്ന പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ എടുക്കണം. പിന്നെ നമ്മന്റെ കാമഭ്രാന്തൻ, മഹാനവരിൽ മഹാനായ കാമഭ്രാന്തന്റെ ചെയ്തികളെല്ലാം തന്നെ തള്ളിപ്പറയാനും ശ്രമിക്കണം.
അലക്സ് എഡി, വി ആർ ഇന്ത്യൻ, ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. അപ്പൊ നിന്റെ പെങ്ങളെയാണോ നീ കെട്ടിയേ? നിന്റെ പെങ്ങളെയാണോ നീ കല്യാണം കഴിച്ചേ? എടാ വിവരം കെട്ടവനെ. വി ആർ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിന്റെ അനിയത്തിയെ പോയാണോ നീ കല്യാണം കഴിച്ചേ? വിവരം കെട്ടവനെ. അതോ നിന്റെ ചേച്ചിയോ? അല്ല, നീ ഇപ്പം ഇന്ത്യനുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയാലും കണ്ടതുകൊണ്ട് എന്ത് ചെയ്യും? മുലകൂടി സഹോദരന്മാരായിട്ട് ജീവിക്കണോ നിനക്ക്? അങ്ങനെയാണോ? ഖുറാന്റെ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് മുലകുടി സഹോദരന്മാര്, 10 പെണ്ണുങ്ങള്, ഒരു പുരുഷന് 10 പ്രാവശ്യം ഒരു സ്ത്രീ മുല കൊടുത്തു കഴിഞ്ഞാൽ മുലകുടി സഹോദരൻ. അങ്ങനെ ഉണ്ടാക്കിയ ബന്ധമാണോ അമ്മയും ചേച്ചിയും സഹോദരങ്ങളും എല്ലാം പോയിട്ട്? അതോ നീ പോയിട്ട് മുല കുടിച്ചുണ്ടായ സഹോദര ബന്ധമാണോ? അല്ല, ഏത് വകയിലാ ഈ ഒരു ഇന്ത്യൻസ് ആർ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വന്നത്? സഹോദരനായിട്ട് കാണേണ്ടവനും മാന്യത കൊടുക്കേണ്ടവനും സഹോദരനായിട്ട് കണ്ടാ മതി. പിടികിട്ടിയോ? പെറ്റ് തള്ളയെ ഭോഗിക്കാൻ വേണ്ടി വരുന്നവനെ സഹോദരനായിട്ടല്ല കാണേണ്ടത്, മറ്റേ കൊറോണ അടിച്ച് പൊളിക്കുക വേണ്ടത്. നിന്നെപ്പോലുള്ള ചെറ്റകൾ ചിലപ്പം എന്ത് ചെയ്യുമായിരിക്കും? സഹോദരനായിട്ട് കണ്ടങ്ങ് കൊടുക്കുമായിരിക്കും, അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയൊക്കെ. എന്നെപ്പോലുള്ള സ്ത്രീകളടുത്ത് നടക്കത്തില്ല. എന്റെ അമ്മയെ ചോദിച്ചാലോ എന്റെ സഹോദരിയെ ചോദിച്ചാലോ എന്തിന് എന്റെ പ്രായത്തിലുള്ളൊരു സ്ത്രീയോട് പോലും അപമര്യാദയായിട്ട് ഏതവനെങ്കിലും പെരുമാറുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവനെ കണ്ടാലും അവന്റെ കൊറോണ അടിച്ച് ഞാൻ പൊളിക്കും. അതാണ് റീന. നിന്നെപ്പോലുള്ള ചെറ്റകൾ ചിലപ്പോൾ മാന്യതയുടെ മുഖംമൂടിയും വേഷം കെട്ടലും കെട്ടുമായിരിക്കും. അമ്മയെ കൊടുക്കാനും മടി കാണത്തില്ല, സഹോദരിയെ കൊടുക്കാനും മടിയത്തില്ല. സഹോദരിയുടെ പ്രായത്തിലുള്ളവളെ ഒരുത്തി വന്ന് വെറുതെ ബോഹിച്ചുകൊണ്ട് പോയാൽ നമ്മൻ്റെതല്ലല്ലോ, നമ്മളെ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നീയൊക്കെ മിണ്ടാതിരിക്കുമായിരിക്കും. പക്ഷെ റീന ചെയ്യില്ലടാ. അതാണ് റീന. അതുകൊണ്ട് റീനയെ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, മനസ്സിലായോ? പക്ഷെ എന്റെ ഭാഗത്ത് ഇനി അങ്ങനെ ഞാനെന്നല്ല, ഇനി ഓരോ സ്ത്രീയും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നിന്നെ പോലുള്ള വിടുവായന്മാർക്ക് പെണ്ണെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ബഹുമാനിക്കാൻ തോന്നണം. അല്ലാതെ പെണ്ണിനെ കയറി താടി തുറന്നു വെച്ച് താടി, അമ്മയെ താടി, പൂതാടി, കാതാടി എന്ന് ചോദിച്ചാൽ നിന്റെ അമ്മയുടെയും പൂവും കായും ഒക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് വേണം നീയൊക്കെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനായിട്ട്? സംസാരിക്കാനായിട്ട്, മാന്യതയുടെ വേഷം കെട്ടാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? ഇനി സ്ത്രീകളോട് സംസാരിക്കുമ്പം സ്ത്രീയുടെ ഭൂതാ കാതാ മറ്റേതാ മറിച്ചതാ കണ്ടവന്റെ കൂടെ അതൊക്കെ പോന്ന് പറയുമ്പോഴത്തേക്കും തലച്ചോറിനകത്ത് പതിയണം. നിന്റെ അമ്മയും നിന്റെ സഹോദരിയും നിന്റെ മകളും ഒക്കെ ഉണ്ട്, ഇവരുടെ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് വേണം സ്ത്രീയോട് പോയി സംസാരിക്കണം എന്നുള്ള തോന്നലിൽ വേണം ഇനി ഏതവനാണെങ്കിലും കമന്റ് ബോക്സുകൾ ഉപയോഗിക്കാൻ. അത് എന്റെ മാത്രമല്ല, ഓരോ സ്ത്രീയുടെയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ത്രീകൾ ഇത് കേട്ടിരിക്കണം. സ്ത്രീകൾ ബോൾഡാകണം, തിരിച്ചു പറയാനായിട്ടും കൊടുക്കാൻ തയ്യാറായതോടുകൂടി നിൽക്കണം. അവനുമുണ്ട് അമ്മ, അവനുമുണ്ട് സഹോദരി, അവനുമുണ്ട് പെങ്ങള്, അവനുമുണ്ട് മകള്. വികാരം എന്താണെന്ന് അവനും ബോധ്യപ്പെടണം. മനസ്സിലായോ? ബിനു കൊല്ലം ബിനു, മതി റീന, മതിയല്ല. ഇത് സമൂഹത്തിന് അത്യാവശ്യമാണ് എന്റെ പ്രിയ സഹോദര. ഇത് സമൂഹത്തിന് അത്യാവശ്യമാണ്. ഇത് മതി പറയാനുള്ളതല്ല. ഇത് വീണ്ടും വീണ്ടും ബോധവൽക്കരണം കൊടുക്കേണ്ട സാധനമാണ്. അല്ലാതെ ഇത് മതി പറഞ്ഞു പോകാനുള്ളതല്ല. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. സലീം സീച്ച്, നീ ഓഫാക്കിയിട്ട് പോടാ. നിന്നോടാണോ പറഞ്ഞ ഞാന്? നീ ആരാ വന്ന് എന്റെ കമന്റ് ബോക്സിൽ വന്ന് സംസാരിക്കാനായിട്ട്? നീ ഓഫാക്കിയിട്ട് പോവും. കേട്ടപ്പോ നിനക്ക് പേടി വരുന്നല്ലേ? പെണ്ണുങ്ങൾ ഉണരും. നിന്നെ പഴയതുപോലെ പെണ്ണുങ്ങളെ പോയി പച്ചയ്ക്ക് പറയാൻ പറ്റത്തില്ലെന്നുള്ളത് കേട്ടപ്പോ നിനക്ക് പേടി വരുന്നല്ലേ? നിന്റെ വീട്ടിലെ അമ്മയും സഹോദരങ്ങളൊക്കെ ഇതുപോലെ തെരുവിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലെ പെണ്ണുങ്ങളെ തെരുവിലിട്ട് ബലാത്സംഗം ചെയ്തപ്പോ നല്ല സുഖമായിരുന്നല്ലേ കേട്ടിരിക്കാൻ നിനക്കൊക്കെ? എടാ വൃത്തികെട്ടവന്മാരെ, ഇസ്രായേലിലെ പെണ്ണുങ്ങളെ, അമ്മയ്ക്ക് പ്രായമുള്ള അമ്മമാരെയും മക്കൾക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങളെയും സഹോദരിക്ക് പ്രായമുള്ള ചെറുപ്പക്കാരി പെൺപിള്ളാരെയും മലത്തിൽ കിടത്തിയിട്ട് വ്യഭിചാരം ചെയ്ത് വേശ്യാവൃത്തി ചെയ്തിട്ട് പോയിട്ട് എല്ലാ തോന്നിവാസവും കാണിച്ചുകൊണ്ട് ബന്ദികളായിട്ട് കുറെ എണ്ണത്തെ വെച്ചുകൊണ്ടിരിക്കുക. അവിടെ കൊണ്ടുപോയി നാൾക്ക് നാളിട്ട് പീഡിപ്പിക്കുക. ഒരമ്മയും 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് ആ 2 കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞിട്ട് ആ അമ്മയെ ഇന്നും വെച്ചിരുന്ന് ഭോഗിച്ചുകൊണ്ടിരിക്കുക അവന്മാര്. നിനക്കൊക്കെ സുഖം അല്ലേ? എടാ, നിന്റെ അമ്മയെ കൊണ്ട് കൊടുക്കാത്ത എന്താ പകരം? നിന്റെ അമ്മയെ കൊണ്ട് കൊടുക്കണമായിരുന്നു, നിന്റെ ചേച്ചിയെ കൊണ്ട് കൊടുക്കണം, നിന്റെ അനിയത്തിയെ കൊണ്ട് കൊടുക്കണം, നിന്റെ മകളെ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് രസിക്കണം ഇരുന്നിട്ട്. അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ മേഘത്ത് കയറി നിരങ്ങിയിട്ടല്ല അത് രസിക്കേണ്ടത്. മുഹമ്മദ് കാമഭ്രാന്തിന്റെ പുസ്തകത്തിന് എന്തോ എഴുതി വെച്ചിരിക്കുന്നത്? അടിമ സ്ത്രീകളെ ഭോഗിക്കാനാ. നിന്റെ അടിമ സ്ത്രീകളോ ബാക്കിയുള്ളവരെല്ലാം? എടാ, നീയൊക്കെ കയറി വന്ന് നിരങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവനെല്ലാം നിന്റെ അടിമ സ്ത്രീകളോ നിനക്കൊക്കെ ഭോഗിക്കാനുള്ള? ഇല്ല, അറിയാണ്ട് ചോദിക്കുക.
സലീം CH, ചുണ ഉണ്ടെങ്കിൽ വിളിക്കടാ. ചുണ ഉണ്ടെങ്കിൽ വിളിക്ക്. നീ ഒരു തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നീ വിളിച്ചേ. അപ്പൊ അറിയും വിവരം. നീ ചുമ്മാ കമന്റ് ഇട്ടിട്ട് പോരുത്. ഒരു തന്തയ്ക്കുള്ളവനാണെങ്കിൽ നീ വിളിച്ചേ, അപ്പൊ അറിയും നീ വിവരം. സലീം CH. എന്തുവാ എന്തു പറഞ്ഞേ? ഇപ്പോൾ തന്നെ നിന്നെ പച്ചയ്ക്ക് തെറി വിളിക്കും കേട്ടോ. വിളിക്കടാ, ഞാനാ വെല്ലു വിളിക്കുന്നേ. നീ ഒരു തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. ഒരു തെറി നീ ഒന്ന് പച്ചയ്ക്ക് ഇട്ടിട്ട് പോയിക്കേ, ഞാനൊന്ന് കേക്കട്ടെ. അങ്ങനെ നിനക്ക് എന്നെ തെറി വിളിച്ചിട്ട് ഇവിടുന്ന് കമന്റ് ചെയ്ത് ധൈര്യമായിട്ട് പോകാൻ പറ്റുമോ? സലീം CH, നീ ഓപ്പൺ ആക്കി വെച്ചത് എല്ലാവരും കാണാൻ വേണ്ടി തന്നെയല്ലേ? ആരമ്മയോ? അമ്മയുടെ കാര്യമാണോ പറയുന്നേ? അമ്മ ഓപ്പൺ ആക്കി വെച്ചത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എന്റെ അടുത്ത് നീ വന്ന് പറയേണ്ട കാര്യമില്ല. അത് അമ്മയോടത് പോയി പറയണം. അമ്മയെ ഓപ്പൺ ആക്കി വെച്ചത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണല്ലോ അമ്മേ എന്ന് അമ്മയോട് പോയി പറയണം. എന്നോടല്ല പറയേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അമ്മയുടെ കാര്യമൊക്കെ എന്നോട് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിലല്ല സംസാരിക്കേണ്ടത്. എന്നോട് വല്ല സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാൽ മതി. പിടികിട്ടിയോ? അല്ലാതെ അമ്മയെ എന്തുവാ അമ്മ നീ ഓപ്പനാക്കി വെച്ച അമ്മയെ ഓപ്പനാക്കി വെച്ച കഥയൊന്നും എന്നോട് വന്നിട്ട് എന്റെ കമന്റ് ബോക്സ് ഉപയോഗിച്ചിട്ടല്ല അത് സംസാരിക്കേണ്ടത്. സ്ത്രീകളൊക്കെ ഇവന്മാരുടെ വിചാരം എന്ന് പറയുന്നത് എല്ലാവന്മാരുടെയും ഭോഗവസ്തു, കാമം തീർക്കാനുള്ളത്. സ്ത്രീ എന്ന് പറയുന്നത് കേവലം 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 വെറും ഭോഗവസ്തുവായും കാമവസ്തുവായിട്ടും കണ്ടുവച്ചിരിക്കുന്ന കഴപ്പിട്ട വർഗങ്ങള്. എന്തു വൈവിധ്യങ്ങളെയൊക്കെ പറയേണ്ടത്? നീയൊക്കെ എന്ന് സമൂഹത്തിന് നല്ലത് കൊടുക്കുന്നുണ്ട്? എല്ലാവന്മാരും ചോദിക്കാനും പറയാനും ഒരു ചെറ്റകളും ഇല്ലെന്നുള്ളതാ. പാസ്റ്ററിന്റെ ലേബിൽ നടക്കുന്നവനുമില്ല, പുരോഹിതന്റെ ലേബിൽ നടക്കുന്നവനുമില്ല, ഒരു ചെറ്റകളുമില്ല. എല്ലാവന്മാർക്കും സ്ത്രീകളെ പറയുമ്പോഴത്തേക്കും അവന്റെ വീട്ടിലും ഉണ്ടല്ലോ അമ്മ, അവന്റെ വീട്ടിലും ഉണ്ടല്ലോ സഹോദരി, അവന്റെ വീട്ടിലും ഉണ്ടല്ലോ മക്കള് എന്ന് പറയുന്ന ഒരുത്തനുമില്ല ചോദിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവന്മാർക്കും എന്തുവാ തുള്ളല. അതുകൊണ്ട് സ്ത്രീയെ ഇനി പറഞ്ഞ് ഒരിക്കലും കൊല്ലം ബിനു, അത് വിവരമുള്ളവർക്ക് മനസ്സിലാകും റീന. എന്റെ പ്രിയ സഹോദര, ഇന്ന് വിവരമുള്ളവന്മാരെ തപ്പിയെടുക്കുന്നത് കുറവാ. തുലോം ആൾക്കാരെ മാത്രമേ ഇന്ന് വിവരമുള്ളവന്മാരെ തപ്പിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജീവിക്കുന്ന നാടിന്റെ കാലഘട്ടവും കൂടി മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. കൊച്ചു കൊച്ചു പെമ്പിള്ളാര് വരെ മയക്കുമരുന്നിന് അടിമകളാ. സ്കൂളുകളിൽ സെക്സ് മാത്രമേ പെമ്പിള്ളാർക്കുള്ളൂ. മനസ്സിലായോ? സലീം പോയോ? അതോടുകൂടി സലീം പോയി, തീർന്നു അതോടുകൂടി അവന്റെ കാറ്റ്. കൊച്ചു കൊച്ചു സ്കൂളുകളിൽ കൊച്ചു കൊച്ചു പെമ്പിള്ളാരുടെ ജീവിതത്തിനകത്തും ബിജു TV, ഞാൻ ബഹുമാനിക്കുന്നു എൻ്റെ അമ്മയും പെങ്ങളെയും. നിങ്ങൾ ബഹുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും നിങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുമ്പോൾ അടുത്തവന്റെയും അമ്മയും പെങ്ങളെയും പെങ്ങളായിട്ട് തോന്നും. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെയും അമ്മമാരെയും പെങ്ങന്മാരെയും ബഹുമാനിക്കാൻ പഠിച്ചവരായിരിക്കും. മനസ്സിലായോ? പോയിട്ടില്ല പിന്നെ നീ വലിയ കാര്യത്തോടെ ലെക്ചർ അടിച്ചോണ്ട് പോയി. ഞാനും പറയും നിന്നെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? എന്താ എന്നിട്ട്? ഇന്ന് കൊച്ചു കൊച്ചു പെമ്പിള്ളാരുടെ സ്കൂളുകളിൽ പോലും സെക്സ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സെക്സ് ടോക്കുകളെ സ്കൂളുകളിലുള്ളൂ. ലോകം മുഴുവനും സെക്സ് 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 എന്ന് പറഞ്ഞുള്ള ഒരു എന്താ പറഞ്ഞ സൈക്കോ തരത്തിലേക്ക് ലോകം പോകുകയാണ്. ഇത് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിക്കണം. മനസ്സിലായോ? ഇതാണ് ലോകം എന്ന് പറയുന്നത്.
ഈ ലോകത്തിൽ ഇതൊക്കെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കാതെ ആരും സംസാരിച്ചില്ലെങ്കിൽ ഇത് മനുഷ്യരിലേക്ക് ഇറങ്ങി വരും. അത് അതാ പറയുന്നത്. അതായത് മനുഷ്യർക്ക് ഇത് തുറന്നു പറയാൻ എന്ത് ചെയ്തില്ല, മടിയാണ്. എന്നാൽ അത് ഇറങ്ങി വരും. സലീം CH, എനിക്ക് മാന്യതയുണ്ട്. എന്നിട്ട് നീ അങ്ങനെയല്ലല്ലോ എഴുതിയത്. നീ അങ്ങനെയാണല്ലോ എഴുതിയത്. നീ എന്തോ പറഞ്ഞ എഴുതിയേ? ഞാനും നിന്നെ പറയും, തെറി വിളിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞല്ലേ നീ എഴുതിയേ. എന്നിട്ട് എന്തിയേ അവന്റെ കമന്റ്, നേരത്തെ ഇട്ട കമന്റ്? ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ പച്ചയ്ക്ക് പറയും, തെറി വിളിക്കും എന്നല്ലേ നീ പറഞ്ഞേ? എന്തേ പോയോ നിന്റെ മാന്യത? പച്ചയ്ക്ക് തെറി വിളിക്കും എന്ന് പറഞ്ഞല്ലേ നീ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേ? ഇപ്പൊ മാന്യത വന്നു. അമ്മയെ പറഞ്ഞപ്പോഴല്ലേ മാന്യത വന്നത്. ഇപ്പൊ മനസ്സിലായോ? അമ്മയെ പറയുമ്പോ മാന്യത വന്നു കണ്ടോ? അടുത്ത പെണ്ണിനെ പറയുമ്പോഴത്തേക്കും പച്ചയ്ക്ക് തെറി വിളിച്ചാൽ സ്വന്തം വീട്ടിലേക്ക് വരും ആ ലോഡ്. എന്റെ വീട്ടിൽ കൂടി ചവർ എറിഞ്ഞാൽ ആ ചവർ എടുത്ത് നിന്റെ വീട്ടിലോട് തിരിച്ച് ഞാൻ എറിഞ്ഞു തരും. അത്രയേ ഉള്ളൂ. എന്റെ വീട്ടിൽ ചവർ ഇടുമ്പോഴത്തേക്കും ഇനി തൊട്ട് എന്റെ വീട് വേസ്റ്റ് ബോക്സ് ആയിട്ടോ, കാണുന്നവരെല്ലാം കൊണ്ട് തട്ടിക്കോ, ഇനി തൊട്ട് ഞാൻ കോർപ്പറേഷൻ ചണ്ടി ഓഫീസായിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ ചണ്ടി ഓഫീസായിട്ട് വെച്ചിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ചണ്ടി ഓഫീസായിട്ട് വെച്ചിരിക്കാനുള്ള മാന്യന്മാരെല്ലാം വീടുകളിൽ ചണ്ടി ഓഫീസായിട്ട് വെച്ചോ. കണ്ടവൻ വഴിപോക്കനും കണ്ടവനും എല്ലാം കൊണ്ടുവന്ന് എറിഞ്ഞു തരും. പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എറിയാൻ നോക്കി ആ എറിയന്നവന്റെ വീട്ടിൽ കൊണ്ട് തിരിച്ചതുപോലെ എറിഞ്ഞിട്ട് കൊടുക്കും ഞാൻ. അത് നിങ്ങൾക്ക് മാന്യത കുറവായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരക്കേടെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനെ. മനസ്സിലായോ? നിങ്ങളുടെ വിവരക്കേടെന്നേ എനിക്ക് അതിനെ പറയാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അന്ന ഡിസുസ, ഞാൻ ഡാനിയൽ ചാപ്റ്റർ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദിവസം ഞാൻ എടുക്കാം. ഈ ദിവസം ഞാൻ ഇന്ന് ലൈവിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഇന്ന് സ്ത്രീകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും ആരും തളർന്നു പോകരുത്. ഈ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല വേണ്ടത്. മാന്യത എന്ന് പറയുന്നത് പെറ്റ അമ്മയെ പറയുമ്പോഴും നമ്മളെ പറയുമ്പോഴും സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറയുമ്പോഴും മോശമായി വൾഗറായി അവളെ ഏറ്റവും ഒരു ലോകത്തിലെ ഭോഗവസ്തുവായി കാമവസ്തുവായി ചിത്രീകരിക്കുമ്പോഴും പറയുന്നതിൽ എന്തെങ്കിലും പഠിച്ചിട്ട് പറയും. ഞാൻ പഠിച്ചുകൊണ്ടല്ലേ പറയുന്നേ, ചുമ്മാതെ പറയുകയല്ലല്ലോ സലീമേ. ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വന്നിട്ട് ഞാൻ പഠിച്ചിട്ട് പറയൂ എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, തുടുത്ത മാറിടമുള്ള 72 കൂറിമാരെ ഞാൻ സ്വർഗത്തിൽ തരാം. സ്വർഗം പുലുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ആ പുസ്തകം പഠിച്ചിട്ട് തന്നെയാ പറയുന്നത്. ചുമ്മാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആ പുസ്തകം പഠിച്ചിട്ട് പറയപ്പെടും. നിങ്ങൾ പഠിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ മുഴുവനും എടുത്തിട്ട് അലക്കുന്നത് ഖുർആനെ. എന്തുകൊണ്ടായി? എല്ലാവരും പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് പറയുന്നുള്ള വിഷയമാണല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അലക്കാൻ പറ്റിയൊരു ബുക്കായിട്ട് മാറി. അത് കൂടുതൽ പഠിക്കാനും പറ്റി എല്ലാവർക്കും ഇരുന്ന്. നിഷാദ് കുഞ്ഞൂട്ടി, നീ ഒരു സ്ത്രീയാണെന്ന് ആരാ പറഞ്ഞത്? നിന്റെ അമ്മ ശിഖണ്ഡിയായതിന് ഞാൻ കുറ്റക്കാരിയാണോ? നിന്റെ അമ്മ ശിഖണ്ഡിയായിട്ട് നീ കണ്ടതിന് ഞാൻ കുറ്റക്കാരിയാണോ? നീ അങ്ങനെ നിന്റെ അമ്മയെ കാണുമ്പോഴത്തേക്കും മറ്റു സ്ത്രീകളെ ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്ന് വരും. കുഞ്ഞുപ്രായമല്ലേ കണ്ടു വളർന്നതല്ലേ? മനസ്സിലായോ? കുഞ്ഞുപ്രായം മുതലേ കണ്ടു വളർന്നതല്ലേ? അമ്മയെ ശിഖണ്ഡിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ മറ്റു സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും മറ്റു സ്ത്രീകളെ കണ്ടിട്ടില്ലല്ലോ. അമ്മയല്ലേ സ്ത്രീയായിട്ട് ശിഖണ്ഡിയായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പൊ മറ്റു സ്ത്രീകൾ അങ്ങനെ ആയിരിക്കുമോ എന്ന് തോന്നൽ വരുന്നതാ. മനസ്സിലായോ? അതുകൊണ്ട് അമ്മയെ കൊണ്ടുപോയി സർജറി ചെയ്ത് ഹമാസിന്റെ ജഡ്ഡി അത് കീറി കൊടുത്തോണ്ടിരിക്കുക ഇസ്രായേല്. ഒരു മിനിറ്റ്, ഞാൻ വെള്ളം ഒന്ന് കൊടുത്തിട്ട് ഓടിയിട്ടെ.
സുവിശേഷ വേല എന്ന് പറയുമ്പോഴത്തേക്കും സുവിശേഷ വേല എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പുരുഷന്മാർക്ക് നട്ടല് പോയി കിടക്കുമ്പോഴാണ് ചിലപ്പോൾ സ്ത്രീകളുടെ ദൈവം എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. മനസ്സിലായ? ശിഖണ്ഡി ഒരിക്കലും അമ്മയാകില്ല. ആൻസി വർഗീസ്. ഇങ്ങനെ തമാശ പറഞ്ഞ് കിണിക്കാതെ ആൻസി വർഗീസേ. ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയാ ഇപ്പൊ ഒരുത്തന് എന്തുവാ കുഞ്ഞിനെ വയറ്റിൽ വെച്ചോണ്ട് ഫോട്ടോഷൂട്ട് എടുത്തിരുന്നത്. നീ ഏത് ലോകത്ത് ജീവിക്കുക ആൻസി വർഗീസേ? നീ ഏത് ലോകത്ത് ജീവിക്കുക? നീ എന്തോ 21 കാട്ടറബിയുടെ 6-ാം നൂറ്റാണ്ടിൽ കിടക്കുവാണ് തലയ്ക്ക് ബോധമില്ലാതെ. ഞാൻ അറിയാണ്ട് ചോദിക്കുക. കാട്ടറബികളുടെ 6-ാം നൂറ്റാണ്ടിൽ കിടക്കുവാണോ? ശിഖണ്ഡി ഒരിക്കലും അമ്മയാകില്ല പോലും. ഇപ്പൊ ശിഖണ്ഡികളാ അമ്മയായിക്കൊണ്ട് കിടക്കുന്നത്. പുരുഷന്മാരാ കയറി എന്ത് ചെയ്യുന്നത്? പ്രസവിക്കാൻ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. ആൻസി വർഗീസ്. വില്യം ബ്രദറെ സൂപ്പർ മറുപടി. എന്നിട്ട് നിനക്ക് മക്കളില്ലേ? ഇത്രയും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. വില്യം ബ്രദറെ പൊളിച്ച് ചിരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. അലക്സ് ഏടി, നീ എന്നെ കേരളത്തിൽ ക്ഷണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അലക്സ് ഏടി, നീയേ കണ്ട പെണ്ണുങ്ങൾ കേരളത്തിൽ ക്ഷണിക്കേണ്ട കാര്യമില്ല. നീ പോയി നിന്റെ അമ്മയെ പോയി ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുത്തിയോ, നിന്റെ മോളെയോ നിന്റെ പെങ്ങളെയോ ആരെ വേണമെങ്കിലും പോയി വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നിരുത്ത്. കേരളത്തിലോ ദുബായിലോ എവിടെ വേണമെങ്കിലും ക്ഷണക്കത്ത് വെച്ച് വിളിച്ചോ. എന്നെ വിളിക്കാൻ നീ വളർന്നിട്ടില്ല. മനസ്സിലായോ? മെൽവിൻ ജോസഫ്, ഗുഡ് വൺ വില്യം. അതെ, നല്ലൊരു മറുപടിയാ മെൽവിൻ ബ്രദർ കൊടുത്തത്. ആൻസി വർഗീസിന് കിട്ടേണ്ടത് കിട്ടിയപ്പോഴത്തേക്കും കാറ്റ് പോയിട്ടുണ്ട്. മനസ്സിലായോ? ആൻസി വർഗീസിന് കിട്ടേണ്ടത് കിട്ടിയപ്പോഴത്തേക്കും കാറ്റ് പോയിട്ടുണ്ട്. ആൻസി വർഗീസിന് എന്തുവാ പെണ്ണിനെ പ്രസവിച്ചിടും, മക്കളെ പ്രസവിച്ചിടാമെങ്കിൽ ശിഖണ്ഡികൾക്ക് മക്കളെ പ്രസവിക്കാമെന്നുള്ള തെളിവ് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? ആൻസി വർഗീസ്, ലൈവിന്റെ ഉദ്ദേശം ഒന്ന് പറയാമോ? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നീയൊക്കെ പെണ്ണായിട്ട് ജീവിക്കുമ്പോൾ അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കണമെന്ന് പറയാനാ. മനസ്സിലായോ? കണ്ട അണ്ടനും അടകോടനും കയറി വന്ന് ഞെരങ്ങിക്കൊണ്ടു പോകാൻ ഇരുന്ന് കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിട്ടാ. സുഡാപ്പികളും വൃത്തികെട്ടവന്മാരും വന്നിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് അടിക്ക് മുറിപ്പത്തൽ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാനുള്ള ചങ്കൂറ്റമുള്ളവളായിട്ടൊക്കെ വളരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ മനസ്സിലായോ ലൈവിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുകൊണ്ട്? അല്ലാതെ കണ്ട ചേപ്റ്റകൾക്കും കണ്ട പോക്രികൾക്കും കണ്ട വൃത്തികെട്ടവന്മാർക്കും പെണ്ണെന്ന് പറയുന്നവളെ ഭോഗവസ്തുവായി കണ്ടുകൊണ്ട് പെണ്ണിനെയും പെണ്ണിന്റെ അമ്മയെയും പെണ്ണിന്റെ സഹോദരിയെയും പെണ്ണിന്റെ മക്കളെയും എന്തു തോന്നിവാസം പറയുന്നതിനും പച്ചയ്ക്ക് തെറി പറയുന്നതിനും ഒക്കെ ആണിനെ തെറി പറഞ്ഞാലും നിന്റെ അമ്മയെ കൊണ്ടുപോയി കൊടുക്കടാ, നിന്റെ അമ്മയെ വെടിക്കുണ്ടായതാണോ നീ എന്ന് പറഞ്ഞു ചോദിക്കും. പെണ്ണിനെ തെറി വിളിച്ചാലും നീ കള്ളവടിക്കുണ്ടായതാണോ അടി, എടാ നിന്റെ അമ്മ കള്ളവടിക്കുണ്ടായതാണോ എന്ന് പറഞ്ഞു ചോദിക്കും. ഇത് സമൂഹത്തിൽ പടർന്നു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു മാരക വൈറസാ. ഇത്ര വർഷമായിട്ടൊരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവും കാണത്തില്ല ഇത്ര വർഷമായിട്ട്. കാരണം ഒളിഞ്ഞും പെളിഞ്ഞും തെളിഞ്ഞും ആൻസി വർഗീസ്, നീ പോടി. നീ വല്ല സുഡാപ്പിക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എല്ലാവരും കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ആൻസി വർഗീസേ? നീ കണ്ട സുഡാപ്പികൾക്ക് കൊണ്ടുപോയി നിന്റെ ശരീരവും നിന്റെ മോലയൊക്കെ എടുത്തു വെച്ച് കൊടുത്ത് മുലകുടി സഹോദരന്മാരെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമില്ലുണ്ടോ? ഇവിടെ അന്തസ്സായുള്ള പെണ്ണുങ്ങടുത്ത ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല കണ്ട സുഡാപ്പികൾക്ക് കൊണ്ട് കൊടുക്കുന്നവളുമാരോടല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? നീ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി ചെയ്താൽ മതി. അത് നിനക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടെങ്കിൽ
മനസ്സിലായോ? നിനക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്യോ. നിന്റെ എന്താ പറയാ, പിന്നെ വല്ല സുഡാപ്പികളടുത്ത് വല്ലതും പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ വീടുമായിട്ടുള്ള ബന്ധത്തില്ല. അത് എന്റെ ലൈവിലല്ല വരേണ്ടത് നിന്റെ തോന്നിവാസം പറയാൻ വേണ്ടിയിട്ട്. നിഷാദ് കുഞ്ഞൂട്ടി, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ല, 72 കൂറിമാർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ. നിന്റെയൊക്കെ സമൂഹത്തിൽ കിടക്കുന്ന 72 കൂറിമാരുണ്ടല്ലോ, ആ കൂറിമാർക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ. സുഹൈബ് അഹമ്മദ്, ആയിഷയ്ക്കില്ലാത്ത അന്തസ്സല്ലല്ലോ എനിക്ക്. സുഹൈബ് അഹമ്മദേ, ആയിഷയ്ക്കും ഖദീജയ്ക്കും അതുപോലെ തന്നെ എന്തുവാ ഫാത്തിമയ്ക്കും ഇല്ലാത്ത അന്തസ്സൊന്നും അല്ലല്ലോ ഇത്. 30 കുതിരപ്പവറിന്റെ ശക്തി ഉണ്ടായിരുന്ന മുഹമ്മദ് കാമഭ്രാന്തനെ വിട്ടിട്ട് എന്താ പറയുന്ന സഹാബിമാരിൽ ഒരുത്തനായ എന്തുവാ ഇവനെ തിരക്കി പോയവളല്ലേ, അവന്റെ പേരെന്തുവാ, ആയിഷ. അവന്റെ പേരും പറഞ്ഞു സഫാനെ. ആ അന്തസ്സിനെ കുറിച്ചാണോ? അന്തസ് നിങ്ങൾക്ക് നല്ല അന്തസ്സാണെങ്കിൽ പിന്നെ ഞാൻ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പുത്തിരി തോന്നാനൊന്നുമില്ല, ഉളുപ്പ് കാണത്തില്ല, നിനക്കൊന്നും ഉളുപ്പുണ്ടാകത്തില്ല. കാരണം അത് അന്തസ് നല്ല അന്തസ്സല്ലേ. 30 കുതിരപ്പവർ ശക്തിയുള്ള മുഹമ്മദ് കാമഭ്രാന്തനെ കളഞ്ഞിട്ട് സഫാന്റെ പുറകെ പോയതല്ലേ. സ്വന്തം ഭാര്യമാരുണ്ടായിരുന്നിട്ടും സ്വന്തം മരുമോളെ തിരക്കി സ്വന്തം മകന്റെ ഭാര്യ ഉടുതുണിയില്ലാതെ കണ്ടപ്പോഴത്തേക്കും കാമം മൂത്തതല്ലേ. ഇതൊക്കെ അന്തസ്സാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്തസ്സീടായിട്ട് തോന്നത്തുള്ളൂ. കാരണം ഞാൻ അതിന് വിപരീതമല്ലേ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അത് അന്തസ്സീടായിട്ടല്ലേ തോന്നത്തുള്ളൂ. മനസ്സിലായോ? അമ്മയെ കൂറിയാക്കി കിടന്ന് ഉപയോഗിക്കാമെന്ന് ആയത്തെഴുതി തരുമ്പോൾ ദിനം പ്രതി വീട്ടിനകത്ത് അമ്മയെ കൂറിയായിട്ട് ഉപയോഗിക്കുന്നവന് അന്തസ്സായിട്ട് അത് അന്തസ്സാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെ അന്തസ്സായിട്ട് തോന്നുന്ന സുഹൈബ് അഹമ്മദേ? പോയി അമ്മയെ കൂറിയാക്കി വെച്ചിരിക്കുന്നവന്റെ കാര്യത്തിനകത്തൊരു തീർപ്പ് വരുത്തടാ, ചെല്ലടാ. ആ അന്തസ്സിനും മാന്യതയ്ക്കും എല്ലാം കോട്ടം തട്ടാതിരിക്കാനുള്ള വല്ല വഴിയുണ്ട് നോക്ക്. മനസ്സിലായോ? അവന് 30 എന്താ പറഞ്ഞ സ്വന്തം അമ്മയെ കൂറിയാക്കി കൊടുത്താൽ അത് അന്തസ്സാണ്. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി കണ്ടവന് 10 പ്രാവശ്യം മുല കൊടുത്ത് എടുത്തു വെച്ച് മുല കൊടുത്തിട്ട് മുലകൂടി സുഹൃതന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മുഹമ്മദ് കാമഭ്രാന്തരെ എഴുതി കൊടുത്താൽ അത് അന്തസ്സാണ് അവന്. മനസ്സിലായോ? സ്വന്തം അമ്മയും മോളെയും സ്വർഗത്തിൽ കൂറിയാക്കി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അന്തസ്സാണ്. 10 പേരെ കൊന്നിട്ട് വന്നാൽ മതി, 10 പേരെ പോയി കൊല്ലുകയോ തെറിവിളിക്കുകയോ മോഷ്ടിക്കുകയോ അവനെ മതത്തിൽ മാറ്റി കൊണ്ടുവരികയോ ഒക്കെ ചെയ്താൽ മതി. അതൊക്കെ ഭയങ്കര അന്തസ്സാ. ഞാനതിനെതിരെ സംസാരിക്കുന്നതാണ് അന്തസ്സില്ലായ്മ. അയ്യടാ എന്നാ നല്ല അന്തസ്. എന്റെ വർഗീയത കാണണമല്ലോ. എന്റെ വർഗത്തോട് കൂറ് വെച്ച് സംസാരിക്കുമ്പോൾ നിനക്കൊക്കെ വർഗീയതയായിട്ടല്ലേ തോന്നുന്നു. യഹൂദൻ എന്ന് പറയുന്ന വർഗത്തോട് ഞാൻ കൂറ് വെച്ച് സംസാരിക്കും. മനസ്സിലായോ? യഹൂദൻ എന്ന് പറയുന്ന വർഗത്തോട് ഞാൻ കൂറുള്ളവളായിട്ട് സംസാരിക്കുമ്പം എന്റെ വർഗത്തോട് കൂറ് വെച്ച് സംസാരിക്കുമ്പം പിന്നെ എന്റെ വർഗത്തിൽപ്പെട്ട എന്റെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്തിട്ട് പോയിട്ട് എന്റെ വർഗത്തിൽപ്പെട്ട എന്റെ സഹോദരങ്ങളെ എന്ത് പറയുന്ന പച്ചയ്ക്ക് അപമാനിച്ചിട്ട് എന്റെ സഹോദരങ്ങളെ എന്റെ വർഗത്തിൽപ്പെട്ട എന്റെ സഹോദരങ്ങളെ എന്ത് പറയും നാൾക്ക് നാൾ ജീവിക്കാൻ വിടാതെ കാറുകയറ്റി കൊല്ലുകയും അങ്ങനെ കൊല്ലുകയും അവരുടെ വസ്തുവും വകയ്ക്കകത്തും കയറി ഇരുന്നിട്ട് അത് എന്റെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാർക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വർഗത്തിന് കൂറ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വർഗീയവാദിയായിട്ട് തോന്നുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? വർഗീയവാദി തന്നെയാ ഞാൻ. ഇല്ലെന്ന എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ വർഗീയവാദി തന്നെയാണ്. എന്തിന്റെ പേരിലാണെന്നറിയാമോ? ഒരു തെറ്റും ചെയ്യാത്ത യഹൂദന്മാരെ നിരന്തരം നൽകുന്ന നിന്റെ വർഗങ്ങൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് തള്ളാന്റെ തൂറാന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നില്ലേ, അതിന്റെ പേരിൽ ഞാൻ വർഗീയവാദിയാ. അതിനെതിരെ ഞാൻ വർഗീയവാദിയാ. മനസ്സിലായോ? ഒരു തെറ്റും ചെയ്യാതെ നിന്നോടൊക്കെ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികളെ ഒന്നടങ്കം കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ് നിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നില്ലേ, അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഞാൻ വർഗീയവാദി തന്നെയാണ്.
നിന്നോടൊക്കെ ഒരു തെറ്റും ചെയ്യാതിരിക്കുന്ന കാഫറുകളെന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസികളെ കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ നീയൊക്കെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നില്ലേ? അതിനെതിരെ പ്രതികരിക്കുമ്പോഴും നിന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർഗീയവാദിയാണ്. കാരണം നമ്മുടെ മതത്തിന്റെ ശ്രേഷ്ഠം അങ്ങനെയാണ്. നമ്മുടെ മതത്തിന് എതിർത്തേ ആൾക്കാർക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? പിടികിട്ടിയോ? അങ്ങനെയേ ചോദിക്കത്തുള്ളൂ. നമ്മുടെ പുസ്തകത്തിന്റെ കൂറപ്രകാരമാണ്. അതുകൊണ്ട് അത് പറഞ്ഞാൽ വർഗീയതയായിട്ടേ തോന്നത്തുള്ളൂ. കാരണം നമ്മുടെ പുസ്തകത്തെ ഈ ലോകത്തിൽ ഒറ്റപ്പെടുത്തേണ്ട ഒന്നാണ്. നമ്മുടെ പുസ്തകത്തെയും നമ്മുടെ മതത്തെയും ഈ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട വൈറസാണ്. മനസ്സിലായോ? തീർച്ചയായിട്ടും മെൽവിൻ ജോസഫേ, അതിന് ദൈവം ഒരു അവസരം തരും. ഉറപ്പായിട്ടും ഞാനത് ചെയ്യുകയും ചെയ്യും. അത് ഞാൻ തീർച്ചയായിട്ടും എന്താ പറയാ, ഞാൻ അതിന് തീരുമാനമെടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായ? പിടികിട്ടിയോ? കാരണം ഇതാണ് നമ്മുടെ പുസ്തകത്തിന്റെ ഗുണം. ഈ ലോകത്തിൽ നിന്നും ഏറ്റവും അധികം മാറ്റി നിർത്തപ്പെടേണ്ടത് അത് വർഗീയതയോടുകൂടി തന്നെ എടുത്ത് കളയേണ്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ ദോഷമാകും. പിടികിട്ടിയോ? പിടികിട്ടിയോ? അപ്പോൾ ഞാന് എന്തിനാ ഈ ലൈവിൽ വന്നിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. കാരണം പ്രതികരിക്കേണ്ട യുദ്ധം അഭ്യസിപ്പിക്കുകയല്ലേ വേണ്ടത്. ട്രെയിനിങ് കിട്ടാത്തവർ എങ്ങനെ യുദ്ധം ചെയ്യും? ഒരു ആർമിയിൽ പോയി ജോയിൻ ചെയ്യണമെങ്കിൽ ആർമിയിൽ ഒരുപാട് അഭ്യാസമുണ്ട്. അതെല്ലാം പഠിച്ചിരിക്കണം. ഒറ്റ ദിവസം പോയിട്ട് യുദ്ധം ഓടി വരുമ്പോഴത്തേക്കും തോക്കും എടുത്തിട്ട് ഇങ്ങനെ വെടിവെക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുമോ? അഭ്യാസം കിട്ടിയിരിക്കണം. അപ്പോൾ എനിക്കെതിരെ വരുന്ന ഈ അമ്പുകളെ എല്ലാം തിരിച്ച് ആനടിച്ച് ഞാൻ കാണിച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതുപോലെ നാളൊരു കാലത്ത് നിങ്ങളെ തിരക്കി വരും. ഓരോ സ്ത്രീകളെയും തിരക്കി വരും. ഓരോ പുരുഷന്മാരുടെയും അമ്മമാരെ ചോദിച്ചുകൊണ്ട് ഇവന്മാര് വരും. മനസ്സിലായോ? ഇവന്മാരെന്നല്ല, എന്തു പറഞ്ഞ ഒരു ഉടുപ്പുമില്ലാത്തവന്മാരൊക്കെ വന്നോണ്ടിരിക്കും. പുരുഷന്മാരും തന്റെ അമ്മമാരെ പറയുമ്പോൾ കേട്ടിരിക്കരുത്. സ്ത്രീകളും തങ്ങളുടെ സഹോദരന്മാരെയോ സഹോദരിയോ തങ്ങളെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും കേട്ടിരിക്കരുത്. മാന്യന്മാരുടെ മുഖംമൂടി അറിയണമെങ്കിലുണ്ടല്ലോ, പാച്ചർ എന്ന് പറയുന്നൊരു ചെറ്റ, ഹാലോവീൻ എന്ന് പറയുന്നൊരു പാച്ചർ ചെറ്റ, അവനൊരു വീഡിയോ ഇട്ടു, റീനിയെ പീഡിപ്പിച്ചതാര് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അവന്റെ അമ്മയെ പീഡിപ്പിച്ചതാരെന്ന് പറഞ്ഞ് ഇടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവന്റെ ഭാര്യയെയും മോളെയും പീഡിപ്പിച്ചതാരെന്ന് പറഞ്ഞിട്ടാണ് അവൻ വീഡിയോ ഇടേണ്ടത്. പക്ഷെ അവൻ വീഡിയോ ഇട്ടതെന്നറിയാമോ? റീനയെ പീഡിപ്പിച്ചതാര് എന്ന് പറഞ്ഞിട്ട്. അത് കാണാൻ വേണ്ടി കാതോർത്ത് ഓടി ഓടി വന്നതാരെന്നറിയാമോ? അത് കാണാൻ വേണ്ടി കാതോർത്ത് മാന്യന്മാര് മുഴുവനും ആ കഥ കേൾക്കാൻ ഒരു സുഖം. റീനയെ പീഡിപ്പിച്ചതാര് എന്ന് പറയുന്ന കഥ കേൾക്കാൻ ഒരു സുഖം. മാന്യന്മാർ ഓടിക്കേറി ലൈക്ക് ഇട്ട് തള്ളുന്നു, എഴുതി തള്ളുന്നു. പോളി പാച്ചറെ, അടിപൊളി പാച്ചറെ. മാന്യന്മാരാ, വചനവും കയ്യിലെടുത്തിരിക്കുന്ന മാന്യന്മാരാണ്. നടക്കാത്തൊരു കാര്യം അവൻ പറഞ്ഞ് വിശദീകരിച്ച് വന്നപ്പോഴേ അതിനകത്ത് പുകയുമില്ല, വാലുമില്ല, പുകലുമില്ല. പക്ഷെ അവൻ പരദൂഷണം പോലെ പറഞ്ഞു വരുത്തി വേറെന്തുവാ? റീനയെ പീഡിപ്പിച്ചതാര്? അവന്റെ അമ്മയെ പീഡിപ്പിച്ച കഥയാണ് അവൻ എഴുതേണ്ടത് ഹാലോവിന്. മനസ്സിലായോ? അവന്റെ അമ്മയെ പീഡിപ്പിച്ചതും അവന്റെ മകളെ പീഡിപ്പിച്ചതും അവന്റെ ഭാര്യയെ പീഡിപ്പിച്ചതും കഥ എഴുതേണ്ടതിന് പകരം അവർ റീനയെ പീഡിപ്പിച്ച കഥയെന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ നടന്ന ചരിത്രം തന്നെയാണ് അവൻ എഴുതിയത്. വാലും പുകയും ഇല്ലാതെ മാന്യന്മാരുടെ മുഖമുടിയാണേ. സലീം CH, മോനെ ഇത് കമന്റ് ബോക്സാ. വീട്ടിൽ അമ്മയുടെ ഷോ കണ്ടോണ്ടിരുന്നിട്ട് കമന്റ് എഴുതരുത് ഇങ്ങോട്ട്. മനസ്സിലായോ? ശരിയോ, അവൻ അമ്മയുടെ ഷോ കണ്ടോണ്ടിരിക്കുക, അറിയാതെ പറഞ്ഞതാ ഒന്നുകൂടി അമ്മയുടെ ഷോ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. കമന്റ് ബോക്സ് ആണെന്ന് അറിഞ്ഞില്ല, കൈ അങ്ങ് അതിനകത്തോട്ട് തട്ടിപ്പോയി. മോനെ ഇത് കമന്റ് ബോക്സാ സലീമേ. അമ്മയുടെ ഷോ കാണട്ടെ എന്ന് അമ്മയടുത്ത് പറയാനായിട്ട് പറഞ്ഞോണ്ടിരുന്നത് അറിയാവാക്കിൽ ഇവിടെ എഴുതിപ്പോയതാ. അമ്മയുടെ ഷോ അവിടെ നടക്കട്ടെ, മോൻ അവിടെ പോയിരുന്ന ആ ഷോ കാണ്, നൈറ്റ് ഷോ ഇരുന്ന് കാണ്. ബൈ ബൈ ചെല്ല്. പിന്നെ വന്നിട്ട് ആ നൈറ്റ് ഷോ ഒക്കെ തീർന്നതിന് ശേഷം വന്ന് കമന്റ് ഇട്ടാ മതി.
ആൻസി വർഗീസ് ഉസ്താദിന്റെ അടുത്ത് നിന്ന് വന്നോ അതിനു മുമ്പേ? ഇത്രയും പെട്ടെന്ന് പോയിട്ട് വന്നോ ഉസ്താദിന്റെ അടുത്ത്? ആൻസി വർഗീസേ, എന്റെ വീട്ടിൽ ഇതൊക്കെ നടക്കാൻ വല്ല വിധി ഉണ്ടെങ്കിൽ വരുന്ന പോകുന്നവന്റെയൊക്കെ സാധനം ഉണ്ടല്ലോ എല്ലാം ഓരോ അച്ചാർ കുപ്പിക്കകത്ത് ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കും. മനസ്സിലായോ? അല്ലാതെ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങി ഉസ്താദുമാര് പോകുന്നത് കണക്ക് എന്റെ വീട്ടിൽ നടക്കത്തില്ല അത്. മനസ്സിലായോ? ആ പറങ്ങേണ്ടിയൊക്കെ കുപ്പിയിലാക്കി വെക്കും. ആ തൊട്ടടുത്തൊരു മോളാണോ ഇരിക്കുന്നേ? മോളുടെ അടുത്തും കൂടി പറഞ്ഞു വെക്ക്, അമ്മയുടെ പണി സൂപ്പറാ, ഉസ്താദുമാരുടെ അടുത്ത് പോകുന്ന പണിയാ, അതുകൊണ്ട് മോളെയും കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ പോയിക്കോ. കുടുംബമായിട്ട് ആ പണിയാ നടക്കുന്നതെങ്കിൽ നല്ല കാര്യം, ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടിലാ നടക്കുന്നത് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റിപ്പോയി. മോള് ഏത് മായലോകത്തിലിരിക്കും ആൻസി വർഗീസ്? ഉസ്താദുമാരുടെ കൂടെ പോയിട്ട് 72 കൂറിമാരുടെ ബോധത്തിൽ കിടക്കുവാണോ? എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കേട്ടാ ആൻസി വർഗീസേ. ആദ്യം നീ അവനവന്റെ കുടുംബത്തിലെ കാര്യം പോയി നോക്ക്, നിന്റെ കുടുംബത്തിലെ കാര്യം പോയി നോക്ക്, എന്നിട്ട് മതി എന്റെ കുടുംബത്തിലെ കാര്യം തിരക്കണോ വേണ്ടയോ എന്നുള്ളത്. ഉസ്താദിന്റെ കൂടെ ഇപ്പൊ 72 കൂറിമാരുടെ ലാളിന്യത്തിൽ കിടന്നു വന്നിട്ട് ആൻസിമോക്കൊരു കടി, ആൻസിമോക്കൊരു വിഷമം, വേദന. പോടി നിന്റെയൊക്കെ വീട്ടിൽ പോയിട്ട് പിന്നെ അന്തസ്സുള്ള പെണ്ണെ പോലെ ജീവിക്കാൻ പഠിക്കേ, അല്ലാതെ ഉസ്താദുമാര് ചോദിക്കുമ്പോൾ തുറന്നു വെച്ച് കൊടുക്കാൻ നിൽക്കാതെ. മനസ്സിലായോ? ജീവിതം പോയി പഠിക്ക്, ജീവിതം എന്താണെന്ന് പഠിക്ക്. അതാ വേണ്ടത് സ്ത്രീ എന്ന് പറയുന്നവള്. നാണവും മാനം കെട്ട വർഗങ്ങള്. ആൻസി വർഗീസ് എന്നുള്ള പേരിൽ വന്നിരിക്കുന്നു ചെറ്റ, ഉസ്താദിന് കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് കമന്റ് ഇടാനായിട്ട്. ഉസ്താദിന് വേണ്ടി ജന്മം പാഴാക്കാൻ ജനിച്ച ജന്മം. ഒക്കെ വിഷമം. മുറിയണ്ടിമാരുടെ എന്തുവാ പോക്കൃത്തരം പറയുമ്പോഴത്തേക്കും വിഷമം കൊച്ചിന്. മുറിയണ്ടിമാരുടെ പോക്കൃത്തനം പറയുമ്പോഴത്തേക്കും കൊച്ചിന് ഭയങ്കര വിഷമം, വേദന. കൊച്ചിന് സഹിക്കുന്നില്ല. കാരണം അത്രയ്ക്കും ദോസ്തല്ലേ നമ്മള്. വൃത്തികെട്ട വർഗങ്ങള്. എന്ത് തന്നെയാണോ ഇവറ്റുങ്ങൾ ജീവിക്കുന്നതെന്ന് പോലും ഇവറ്റുങ്ങൾക്ക് അറിയുന്നില്ല. മനസ്സിലായോ? എന്തിനു തന്നെയാണോ ഇവറ്റുങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു എത്തും പിടിയില്ലാതെ. ആദ്യം ഒറിജിനൽ ഐഡിയിൽ വാ, me+you, എന്നിട്ട് നമുക്ക് കമന്റ് ഇടാം. ഒറിജിനൽ ഐഡിയിൽ വന്നതിന് ശേഷം നമുക്ക് കമന്റ് ഇടാം, കേട്ടോ? ജീവിതം തന്നെ എന്താ പറഞ്ഞ അന്ത്യകാലഘട്ടത്തിലേക്ക് പോയി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം തീവ്രവാദികള് നുഴഞ്ഞു കയറി ഇസ്രായേലിന്റെ മണ്ണിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് ഒരു കൂട്ടം എന്താ പറയുന്ന തീവ്രവാദികൾ കാണിച്ചിട്ട് പോയി. ഇനി ലോകത്ത് നടക്കാൻ പോകുന്നത് എന്തുമാത്രം ഭയാനകമായ കാഴ്ചയാണ്, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഓരോ ദിവസം അലക്സ എന്ന് പറയുന്ന കക്കൂസിനകത്ത് കയറി ഇരുന്നവന്മാർ തൂറുന്ന തീട്ടം എന്താണെന്ന് പറഞ്ഞ് ഏതവനെങ്കിലും ക്രിസ്ത്യാനി അറിയുന്നുണ്ടോ നീയൊക്കെ? ഹിന്ദുവെ നീ അറിയുന്നുണ്ടോ നീയൊക്കെ? യഹൂദനെ ടാർജറ്റ് വെച്ച് തകർക്കാൻ വേണ്ടി പദ്ധതി ഇട്ടവന്മാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ കക്കൂസി ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തത് ക്രിസ്ത്യാനിയെ തീർത്തു കളയണമെന്നാ. യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ പിടിച്ചെടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ലോകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. ഇതൊന്നും അറിയാതെ ഇവിടെ കുറെ എണ്ണം ഉസ്താദിനും കൊടുത്ത്, കുറെ എണ്ണം മതസൗഹാർദ്ദം എന്നുള്ള പേരിൽ മുലകുടി സഹോദരന്മാരെയും ഉണ്ടാക്കിക്കൊണ്ട് കുറെ എണ്ണങ്ങൾ ജീവിക്കുക, ലോകത്തിൽ വരാൻ പോകുന്ന ആപത്തും അനർത്ഥവും തിരിച്ചറിയാതെ മന്ദബുദ്ധികളെ പോലെ. എന്ന് നീയൊക്കെ നന്നാകും, എന്ന് നീയൊക്കെ നന്നാകും. ഈ ലോകം ഇന്ന് വന്നിട്ട് കമലിട്ടാണല്ലേ അവനവന്റെ വീട്ടിലെ കാര്യം നോക്കുന്നു. നാണം കെട്ട ചെറ്റകള്. സ്വന്തം വീട്ടിനടുത്ത് എന്തുവാ അമ്മയും പെങ്ങളെയും കണ്ടവന്മാര് വന്ന് വ്യഭിചരിച്ചിട്ട് പോയാലും കണ്ടി സുഖിച്ച് രസിക്കുന്ന സൈക്കോകൾ. ഇതുപോലുള്ള സൈക്കോകളെ ആ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്. അവനവന്റെ കാര്യം നോക്കി കണ്ട് മറ്റുള്ളവന് സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് പോയാലും രസിച്ച് സഹിക്കുന്ന സൈക്കോകള്. പെറ്റിട്ട് വേണമെങ്കിൽ കൊടുക്കും, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഈ വർഗങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കി.
എത്രത്തോളം ഭയാനകമേറിയ കാഴ്ചകൾ, ദുരന്തങ്ങൾ ഇസ്രായേലിൽ നടന്നിട്ട് പോയി. പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊണ്ടുപോയിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ കേരളക്കര ഒന്നടങ്കം നിന്ന് ഹമാസ് പോരാളികളെന്ന് വിളിച്ചു കൂവിയ നാളുകൾ വിദൂരമല്ല. അതിനിയും നടക്കാൻ പോവുകയാണ്. ഇന്ന് അവന്മാർ അങ്ങനെ വിളിച്ചു കൂവിയിട്ടുണ്ടെങ്കിൽ നാളെ അത് നിങ്ങളുടെ മുറ്റത്ത് നടക്കാൻ പോവുകയാണ്. പോടി 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 ആൻസി, ചെല്ല് മോളുടെ ആട്ടോ ഒക്കെ മതി കേട്ടാ. നിന്നോട് ആരാ ടൈം വേസ്റ്റ് ആക്കാൻ ഇവിടെ വന്ന് പറയുന്നത്? ഉസ്താദിന്റെ അടുത്ത് പോയി സമയം കളയ. എന്തിനാ ഇവിടെ വന്ന് സമയം കളയുന്നേ? നിനക്ക് നാണമുണ്ടോ? നിനക്ക് ടൈം വേസ്റ്റ് ആക്കാൻ സമയമില്ലല്ലോ. നേരെ ചെല്ലു ഉസ്താദിന്റെ അടുത്ത്. അവിടെ പോയിട്ടല്ലേ ടൈം വേസ്റ്റ് ആക്കണ്ടേ? ഈ കമന്റ് ഫേസ്ബുക്കിൽ വന്നിട്ടാണ് ടൈം വേസ്റ്റ് ആക്കണ്ടേ? ഇല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, ഈ ഫേസ്ബുക്കിൽ വന്നിട്ടോ ടൈം വേസ്റ്റ് ആക്കണ്ടേ? ടൈം വേസ്റ്റ് ആയി പോയില്ല. കൊച്ചിന് വിഷമം. ഉസ്താദിന്റെ അടുത്ത് പോയി തീർക്കേണ്ട ടൈം മുഴുവൻ ഇവിടെ വന്ന് തീർത്തല്ലോ. നിന്നോട് വല്ലതും പറഞ്ഞു ഇവിടെ വന്ന് കയറിയെന്ന് ടൈം വേസ്റ്റ് ആക്കാനായിട്ട്? പോ അവിടെ കാത്തിരിപ്പുണ്ട് ഉസ്താദ്. ചെല്ല്. കുറെ നാട്ടിലെ മതസൗഹാർദ്ദമുള്ള മുറിയണ്ടികളെല്ലാം നാട്ടിൽ കാത്തിരിപ്പുണ്ട്. ചെല്ല് അങ്ങോട്ട്. നീ പോയാ മതി. നീ തീരുമാനിക്കൊന്നും വേണ്ട. നീ അങ്ങ് പോയാ മതി. മനസ്സിലായോ? ഇപ്പൊ നിന്റെ കാര്യം നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നീ അങ്ങ് പോയിക്കോ. മനസ്സിലായോ? സാദിഖ് സാദം ബീച്ച് അമ്മയാണോ മോനെ? നിന്റെ അമ്മയൊക്കെ ഇവിടെ വന്ന് എന്തിനാടാ പറയുന്നേ? സാദിഖ് സാദം അമ്മയെ പറയാൻ വേണ്ടിട്ട് ഈ കമന്റ് ബോക്സ് വരെ വരണോ? ഇല്ല, അറിയാണ്ട് ചോദിക്കുക. അമ്മയ്ക്കാണോ നടുവിലൊരു നമസ്കാരം? അത് സ്ഥിരം നീ ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയാണോ? സാദിഖ് സാദമേ, നടുവര നമസ്കാരം അമ്മയ്ക്ക് കൊടുക്കാണ്ട് നടുവരക്ക് നമസ്കാരമൊക്കെ ഇവിടെ വന്ന് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നീ അത് അമ്മയ്ക്ക് സ്ഥിരം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയടുത്ത് പോയി അത് തീർക്ക് പൊന്നും മോനെ. ഇത് കമന്റ് ബോക്സ് വേറെയാ. മനസ്സിലായോ? ഇത് കമന്റ് ബോക്സ് വേറെയാ മക്കളെ. അമ്മയെ വിളിക്കുന്ന വിളിയും അമ്മയ്ക്ക് കൊടുക്കേണ്ട നടുവിരൽ നമസ്കാരമൊക്കെ ഇങ്ങോട്ട് വന്നാണോ തീർക്കുന്നത്? നടുവിരൽ നമസ്കാരം കൊടുക്കേണ്ട അമ്മയ്ക്ക് അവിടെ തന്നെ തീർക്കണം. അത് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് നടുവിരൽ നമസ്കാരമാണേ കൊടുക്കുന്നത്, ഓടിവായോ, സ്ഥിരം എനിക്കിതാണേ പരിപാടി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പച്ചയ്ക്ക് വന്ന് കമന്റ് ബോക്സിൽ വിളിച്ചു പറയുകയല്ല വേണ്ടത്. എന്റെ കമന്റ് ബോക്സ് അതിനായിട്ട് ഉപയോഗിക്കരുത്. നിന്റെ നടുവിരൽ നമസ്കാരം അമ്മയ്ക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മോളുണ്ടെങ്കിൽ മോൾക്ക് കൊണ്ട് കൊടുത്താൽ മതി ആ നടുവിരൽ നമസ്കാരം. സ്ഥിരം ചെയ്യുന്നതാണല്ലോ. പ്രത്യേകിച്ച് വന്ന് ഇതിനകത്ത് വന്ന് കമന്റ് ഇട്ട് നാറേണ്ട കാര്യമൊന്നുമില്ല. പിടികിട്ടിയോ? അതുകൊണ്ട് ചെല്ല് മോൻ, ആ നടുവിരൽ നമസ്കാരം ഒന്ന് തീർക്ക്. അവിടെ ചെന്നിട്ട് അമ്മയടുത്തും മോടത്തും ഒന്ന് ചെന്ന് തീർത്തിട്ട് മതി. അവൻ അമ്മയില്ല, ഉമ്മയാണ്. ആ ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക. ഉമ്മയ്ക്കും മോൾക്കും കൊണ്ട് നടുവിരൽ നമസ്കാരം. സ്വന്തം തള്ളയെപ്പോലും വെറുതെ വിടില്ലേ ചെറ്റകള്? മനസ്സിലായോ? സ്വന്തം തള്ളയെപ്പോലും ഈ ചെറ്റകള് വെറുതെ വിടില്ല. അതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആള് മാറി വന്നിരിക്കുക. തെറ്റിപ്പോയി. നോക്കിക്കൊണ്ടിരുന്ന കമന്റ് ബോക്സിനകത്ത് ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നത് എന്തുവാ വേറെ കാര്യമാണ്. നടുവിരൽ നമസ്കാരം വീട്ടിൽ ചെയ്തോണ്ടിരുന്നതാ. അപ്പോഴും സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. സ്ഥിരം ചെയ്ത് ശീലമായി പോയതുകൊണ്ടേ പെട്ടെന്നൊന്ന് ഫേസ്ബുക്കിൽ കയറി നോക്കിയതാ. അപ്പോഴാ റീനയുടെ ലൈവ് കണ്ടത്. അറിയാതെ എഴുതിപ്പോയതാ കമന്റ്. പോടാ 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 പോടാ, ഇതൊക്കെ കുറെ കണ്ടതാ. മനസ്സിലായോ? പുളിച്ചതെറിയും പച്ചത്തെറിയും മറ്റത്തെറിയും മറിച്ചതെറിയൊക്കെ പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ കയറി എന്തും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് ജയിച്ചേ, ഞങ്ങളങ്ങ് എടുത്തേ, ഞങ്ങളങ്ങ് വില്ലമ്മോ, ഞങ്ങളങ്ങ് എന്തുവാ ഹീറോയായേ എന്നൊക്കെ പറഞ്ഞുള്ള നിന്റെയൊക്കെ തോന്നലുണ്ടല്ലോ. പച്ചയ്ക്ക് പെണ്ണുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാലും അമ്മയെ പറഞ്ഞാലും ചേച്ചിയെ പറഞ്ഞാലും അനിയത്തിയെ പറഞ്ഞാലും ബാക്കിയുള്ളവരെല്ലാം കേട്ട് ചൂളിപ്പോയി മാളത്തിനകത്ത് കയറി വിളിക്കൂ എന്നൊക്കെ പറഞ്ഞുള്ള അതൊക്കെ കാലം പോയി. ഇനി നിന്റെയൊക്കെ വീട്ടിലോട് തിരിച്ചു വരും. നീ എറിയുന്ന വേസ്റ്റ് അതുപോലെ നിന്റെയൊക്കെ വീട്ടിലോട് തിരിച്ചു വരും. അത്രയേ ഉള്ളൂ. അതും കൂടി സഹിക്കാൻ എറിയുന്ന വീര്യത്തിന്റെ 2 മടങ്ങായിട്ടായിരിക്കും അങ്ങോട്ട് വീഴുന്നത്. അപ്പൊ പിന്നെ നാറി നക്കളിക്കത്തേ ഉള്ളൂ തിരിച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായോ?
കോയമാർക്ക് കുറച്ച് മാന്യതയോടെ സംസാരിക്കുന്നു. സലാം VML. എന്റെ പൊന്നു സഹോദര, ഈ മാന്യതയില്ലാതെ പോകുന്നത് നിങ്ങളെപ്പോലുള്ള കോയന്മാരോട് മാത്രമേ വരുന്നുള്ളൂ. അതാണ് രസം. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് പോലും ഇത് മാന്യതയോടല്ല സംസാരിക്കുന്നതെന്ന് തോന്നാൻ കാരണം എന്ന് പറയുന്നത്, നിന്റെ അമ്മയെ വന്ന് ഒരുത്തേ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാ നീ കൊടുക്കുവോ കോയ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. സലാം VML, നിന്നോട് വന്നിട്ട് ചോദിക്കുക, നിന്റെ അമ്മയെ തടത ഇപ്പൊ ഒരുത്തം വന്നിട്ട് പറഞ്ഞിട്ട് പോയില്ലേ? പോടി ഡാഷ് മോളെ നടുവിരൽ നമസ്കാരം. ഇത് നിന്റെ അമ്മയോടാ ചോദിച്ചെങ്കിൽ നീ എന്നാ മാന്യതയോടെയാ സംസാരിക്കുന്നത്? എന്റെ അമ്മയെ നീ ഇപ്പൊ തന്നോളാം, നടുവിരൽ നമസ്കാരം ഒന്ന് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് നീ കൊടുക്കുവോ? സലാം VML, ഞാൻ അറിയാണ്ട് ചോദിക്കല്ലേ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എന്റെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ഐഡിക്ക് വന്നിട്ട് പറഞ്ഞങ്ങ് പോകാമെന്ന് തോന്നണുണ്ടെങ്കിൽ നടക്കത്തില്ല. ഫേക്ക് ഐഡികൾ പറഞ്ഞിട്ട് പോകും. ആൻസി വർഗീസ്, പരിശുദ്ധാത്മാഭിഷേകമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റില്ല. പോടി വിവരം കെട്ടവളെ, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാഭിഷേകത്തെ നീ എന്തോ കണ്ടോണ്ടിരിക്കുന്നത്? ശംഭാവാട റീബലവാട എന്ന് പറഞ്ഞ് കൊട്ടിക്കൊണ്ടിരുന്നിട്ട് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കാനുള്ളതാണോ പരിശുദ്ധാത്മാഭിഷേകം? ആൻസി വർഗീസേ, നിനക്ക് നാണമില്ല പരിശുദ്ധാത്മാവിന്റെ പേര് പറയാനായിട്ട് ഇവിടെ വന്നിട്ട്? ഉസ്താദിന് വേണ്ടി ചന്തി എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കമന്റ് ഇട്ട നിനക്ക് നാണമില്ലേ പരിശുദ്ധാത്മാവിന്റെ പേര് പറയാനായിട്ട്? പരിശുദ്ധാത്മാ അഭിഷേകമുള്ളവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാ അഭിഷേകമുള്ളവർക്ക് പിന്നെ 450 പ്രവാചകന്മാരെ വെട്ടിക്കൊല്ലാൻ പറ്റുമല്ലേ? പരിശുദ്ധാത്മാ അഭിഷേകമുള്ള ദാവീദിന് ഗോലിയാത്ത കയറി കൊല്ലാൻ പറ്റുമല്ലേ? പരിശുദ്ധാത്മാ അഭിഷേകമുള്ള ഇസ്രായേൽ ജനത്തിന് പോയിട്ട് എന്തുവാ പിന്നെ ശമുവേൽ, പരിശുദ്ധാത്മാ അഭിഷേകമുള്ള ശമുവേൽ വന്നിട്ട് ശൗലിനോട് പറഞ്ഞു, അമാലേക്കിന്റെ വീട്ടിൽ കയറിയിട്ട് അവന്റെ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളയെന്ന് പറയാൻ പറ്റുമല്ലേ പരിശുദ്ധാത്മാ അഭിഷേകം? അപ്പൊ അന്ന് പരിശുദ്ധാത്മാ ഒന്നുമില്ല, അന്ന് ഉണ്ടായിരുന്നത് മുഴുവൻ സാത്താന്റെ ആത്മാവാ. നിന്റെയൊക്കെ പുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത് തിരിച്ചു പറയുന്നത് മാത്രം പരിശുദ്ധാത്മാ അഭിഷേകം പിടിക്കാത്ത കാര്യം. തിരിച്ചു പറയരുത്. എല്ലാ ചെറ്റത്തരവും നീയൊക്കെ കേട്ടോണ്ടിരിക്കണം. വീട്ടിൽ നിന്റെ അമ്മയും പെങ്ങളെയൊക്കെ വിളിച്ചോണം നീ കൊണ്ട് കൊടുക്കുവോ? നീയൊക്കെ അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ കൊടുക്കുന്ന നിനക്കൊക്കെ സംസാരിക്കാനായിട്ട് എന്ത് യോഗ്യതയുള്ളത്? കമന്റ് ബോക്സിൽ വന്നിട്ട് പരിശുദ്ധാത്മാ അഭിഷേകത്തെയും കൊണ്ടുവന്നിരിക്കുന്നു. നിനക്ക് നാണമുണ്ടോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്? നിനക്കൊന്നും ഒരധികാരവുമില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാൻ. പരിശുദ്ധാത്മാ അഭിഷേകം ഉള്ളവനെ ധൈര്യം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? തിരിച്ചു കൊടുത്താൽ തന്നെ പരിശുദ്ധാത്മാ അഭിഷേകം പോവോ? ഇല്ല, അറിയാണ്ടെന്ന് വെച്ചാൽ നിന്നെയൊക്കെ ആരാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുത്തം വന്നിട്ട് എന്റെ വീട്ടിൽ ചെളി വാരി എറിഞ്ഞിട്ട് പോയി ചെളി ഞാൻ തിരിച്ചറിഞ്ഞു കൊടുത്തുവിട്ടാ എന്റെ പരിശുദ്ധാത്മാ അഭിഷേകം പോവോ? എന്റെ പരിശുദ്ധാത്മാ അഭിഷേകം തിരിച്ചു കൊടുക്കുന്നതിനാണോ ഇരിക്കുന്നത്? അതോ ഒരുത്തം വന്നിട്ട് എന്റെ അമ്മയെ ചോദിക്കുമ്പോൾ എന്റെ അമ്മയെ കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാ അഭിഷേകം ഇരിക്കുന്നത്? ഇല്ല, അറിയാണ്ട് ചോദിക്കുക, ഏതിലാ പരിശുദ്ധാത്മാ അഭിഷേകം ഇരിക്കുന്നത്? ഒരുത്തം വന്നിട്ട് എന്റെ അമ്മയെ തുറന്നു വെച്ച് താ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മയെ നിന്റെ അമ്മയെ തന്നേടാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിലാണോ പരിശുദ്ധാത്മാ അഭിഷേകം ഇരിക്കുന്നത്? അതോ നിന്റെ അമ്മയെ തുറന്നു വെച്ച് താന്ന് പറയുമ്പോൾ നിന്റെ അമ്മയെടുത്തോണ്ട് കൊടുക്കടാ എന്ന് പറയുന്നതിനകത്താണോ പരിശുദ്ധാത്മാ അഭിഷേകം ഇരിക്കുന്നത്? ഇസ്രായേൽ മക്കളെ പരിശുദ്ധാത്മാവ് വഴി നടത്തിയത്. പരിശുദ്ധാത്മാവ് ഒരുത്തിനും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഇസ്രായേലിൽ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നവരെ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോഴത്തേക്കും പിന്നിൽ നിന്നും അവന്മാര് കുത്തിക്കൊന്നു കളഞ്ഞു. കർത്താവ് അന്നേ കുറിച്ചു വെച്ചു ഇവന് തിരിച്ചാടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ആ പാച്ചർ പഠിപ്പിക്കലുമായിട്ട് വന്നിരിക്കുക. അന്നേ ദൈവം കുറിച്ചു വെച്ചു. കമന്റ് ഇടുന്നവന്മാര് അന്തസ്സുള്ളവന്മാര് ഒറിജിനൽ ഐഡിക്കകത്തൊന്ന് കമന്റ് ഇടണം. അല്ലാതെ നീയൊക്കെ വന്നിട്ട് ഫേക്ക് ഐഡിക്കകത്തൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നീയൊക്കെ നരകത്തിൽ പോകുകയോ വേറെ എവിടെയെങ്കിലും പോകുകയോ ചെയ്യാൻ. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആൻസി വർഗീസേ, നീ പോയി നരകത്തിൽ പോയി കിടക്കുകയോ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുകയോ ചെയ്യും. മനസ്സിലായോ? നീ പോയി നരകത്തിൽ കിടക്കുകയോ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുകയോ ചെയ്യുക. അതിനിപ്പോ ആര് ഉത്തരവാദിത്തം ചെയ്ത്? നിന്നെ പോയി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വല്ല ടിക്കറ്റ് എടുത്ത് തരാമെന്നെല്ലാം പറഞ്ഞു നിനക്ക്? കൊള്ളാം, വന്നിരിക്കുന്നു.
പിന്നെ പരിശുദ്ധാത്മാവിനെ അളക്കാൻ വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ശിഖണ്ഡിയായിട്ടിരിക്കുമല്ലേ, എല്ലാ ചെറ്റകളും വന്ന് നോണ്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് പേടിച്ച് അവിടെ കയറി അങ്ങ് ഒളിച്ചിരിക്കുവോ പരിശുദ്ധാത്മാവ്. കടുകിനകത്ത് ഇതുവരെയ്ക്ക് ഇറങ്ങിയിട്ടില്ല പരിശുദ്ധാത്മാവ്. സലീം CH, നീ നേരത്തെ അങ്ങനെയൊന്നും അല്ലല്ലോ സലീം CH പറഞ്ഞ. ഞാൻ മാന്യനാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അണ്ടി ആഫീസിലൊക്കെ പോയിട്ട് വന്നോ? അതോടുകൂടി പോയോ മാന്യതയൊക്കെ? അറിയാണ്ട് ചോദിക്കുക. അറിയാണ്ട് ചോദിക്കുക. അണ്ടി ആഫീസിലൊക്കെ പോയിട്ട് വന്നോ? അവൻ നേരത്തെ പറഞ്ഞു ഭയങ്കര മാന്യനാണെന്ന് പറഞ്ഞു സലീം CH. അവന്റെ മാന്യതയൊക്കെ അണ്ടി ആഫീസിൽ പോയതോടുകൂടി തീർന്ന്. അത് ഇനിയിപ്പോ ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്ത് പോയോന്ന് എനിക്ക് അറിയത്തില്ല. അതാണ്ടായിരിക്കും മാന്യത പോയെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര മാന്യതയാ. കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല മാന്യതയാ. പരിശുദ്ധാത്മാ അഭിഷേകത്തെ പറഞ്ഞൊരു ചാച്ചി വന്നിട്ടുണ്ട്. പാച്ചർ പറഞ്ഞ പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത് കൊള്ളയടിക്കാം. പാച്ചർ പറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് കർത്താവിന്റെ പേരില് ഇല്ലാത്ത വചനം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിച്ച് കാശുണ്ടാക്കാം. ഇതൊക്കെ ഭയങ്കരമാട്ടോ. പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഇതൊക്കെ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന സിദ്ധികളാണ്. പരിശുദ്ധാത്മാവ് അതിനൊക്കെ വരത്തുള്ളൂ. മനുഷ്യനെ പറ്റിച്ച് കാശുണ്ടാക്കുന്നതിന് പരിശുദ്ധാത്മാവ് വന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കും. പിന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ മാന്യതയുടെ വേഷമൊക്കെ കെട്ടണമെന്നേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. മാന്യതയുടെ വേഷം കെട്ടണം, പിന്നെ എന്ത് ചെറ്റത്തരവും കാണിക്കണം. അപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവായി. അത് ഓക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് വരുമ്പോഴത്തേക്കും തിരിഞ്ഞു പോയി വെട്ടടാന്ന് പറഞ്ഞു കൊടുത്ത പരിശുദ്ധാത്മാവൊന്നും അല്ലത്. ഏതോ ഒരു ദുരാത്മാവാണ് അത് പഠിപ്പിച്ചിട്ട് പോയതേ. അന്ന് ഇസ്രായേൽ മക്കളുടെ കൂടെ നടന്നത് മുഴുവൻ ദുരാത്മാവാ. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത്തിനെ അമാലേക്കരും കൂട്ടരും പുറത്തു നിന്ന് എന്ത് ചെയ്തു? പുറത്തു നിന്നങ്ങ് കുത്തിക്കൊന്നപ്പോഴത്തേക്കും കർത്താവ് അന്നേ കുറിച്ചു വെച്ചു. എന്താണെന്നറിയാമോ? ഇവന് കൊടുക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കർത്താവ് ശമൂവേലിനോട് പറഞ്ഞു പോയി പറയടാ ശൗലിനോട്. ശമൂവേല് പരിശുദ്ധാത്മാവില്ലാത്ത ദുരാത്മാവുള്ള മനുഷ്യൻ, അതുകൊണ്ടാ പോയി പറഞ്ഞത് ശൗലിനോട്. ശൗല് പരിശുദ്ധാത്മാവില്ലാത്ത ദുരാത്മാവുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാ ശൗലിനോട് പോയി പറഞ്ഞത്, നീ പോയി അമാലേക്കരുടെ പോയി യുദ്ധം ചെയ്യ്, അവിടുത്തെ ഉള്ള കുഞ്ഞു കുട്ടികളെയും മുല കുടിക്കുന്നവനെ പോലും വെറുതെ വിട്ടേക്കരുത്, തിരിച്ചങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവുള്ള ദൈവമാ. അതുകൊണ്ട് ഒരുത്തം വന്ന് നോണ്ടിക്കൊണ്ട് പോയിട്ട് ചാമ്പിക്കൊണ്ട് പോകും. കണ്ടിരുന്നിട്ട് അടിച്ചോണ്ട് പോയി. സാരമില്ല മക്കളെ, ക്ഷമിക്കും മക്കളെ. അടിച്ചോണ്ട് അവന്മാര് വന്ന് കൊട്ടിക്കൊണ്ട് പോകും. നിങ്ങളെ കയറിയിട്ട് മാന്തിക്കൊണ്ടു പോകും, നിങ്ങളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് പോകും, നിങ്ങളെ നശിപ്പിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം ചെയ്തോളും. നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങളെല്ലാം കേട്ടോണ്ട് പരിശുദ്ധാത്മാഭിഷേകം. അയ്യോ, പരിശുദ്ധാത്മാഭിഷേകം വന്നു കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പറയരുത്. അഭിഷേകം ഇറങ്ങി ഓടിക്കളയും. തിരിച്ചു പറഞ്ഞാൽ അഭിഷേകം ഇറങ്ങി ഓടിക്കളയും. നമ്മൾ പറ്റിച്ച കാശുണ്ടാക്കിയ അഭിഷേകം അവിടെ ഇരിക്കും. നമ്മുടെ മേലിങ്ങനെ നിറഞ്ഞിരിക്കും അഭിഷേകം. നാട്ടുകാരെ പറ്റിച്ച് നമ്മൾ കാശുണ്ടാക്കും. കള്ളം പറഞ്ഞ് നമ്മൾ ശമ്പാവാട, റൂബലവാട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാശുണ്ടാക്കിയാലൊക്കെ പരിശുദ്ധാത്മാഭിഷേകം ഭയങ്കര ഇഷ്ടം, അവിടെ തന്നെ അങ്ങ് ഇരിക്കും. പക്ഷെ തിരിച്ചു പറഞ്ഞാൽ അയ്യോ പരിശുദ്ധാത്മാഭിഷേകം പറയും, നീ ആരോട് തിരിച്ചു പറയാനായിട്ട്? ശരിയാകത്തില്ല, ഞാൻ ഇപ്പോൾ ഓടിക്കളയും എന്നങ്ങനെ ഇറങ്ങി ഓടിക്കളയും. എന്നാ പരിശുദ്ധാത്മാഭിഷേകം എന്നറിയാമോ? വിവരദോഷികളെ, നിങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിട്ട് അവന്മാർ കാശുണ്ടാക്കിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പേരും പറഞ്ഞുകൊണ്ട് എല്ലാ തോന്നിവാസവും കാണിച്ചുകൊണ്ടിരിക്കുക. ഒളിച്ചും പാത്തും പുറമേ പറയരുത്, ഒളിച്ചും പാത്തും ചെയ്യണം. എല്ലാം തോന്നിവാസം നമുക്ക് ഒളിച്ചും പാത്തും ഒക്കെ ചെയ്യാം. പരിശുദ്ധാത്മാഭിഷേകം അപ്പോൾ ഇറങ്ങി ഓടത്തൊന്നുമില്ല. പച്ചയ്ക്ക് പുറമേ നിന്ന് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം കണ്ട ഉടനെ റീന പരിശുദ്ധാത്മാഭിഷേകമൊക്കെ ഇറങ്ങി ഓടിക്കളയും. പിന്നെ സാത്താന്റെ അഭിഷേകം കയറി വരും. എന്ത് നിങ്ങളെയൊക്കെ ഞാൻ എന്നാ പറയണം? ഒന്നാമത്തെ കാര്യം, ദൈവവചനം അറിയത്തില്ല ഈ വർഗങ്ങൾക്ക്. അതാണ് പ്രശ്നം.
ജോയൽ ജോയ്, പരിശുദ്ധാത്മാവശ്യമുള്ള പാച്ചർ ഒരു ദൈവത്തെ 3 ദൈവമാക്കും. അതെ, അതാണ് സത്യം. പരിശുദ്ധാത്മാവുള്ള പാച്ചർ ഒരു ദൈവത്തെ 3 ദൈവമാക്കിയാലും പരിശുദ്ധാത്മാവ് അവിടെ തന്നെ ഇരിക്കും, ഇറങ്ങി ഓടത്തില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ തട്ടിപ്പ് നടത്താം. നമുക്ക് തട്ടിപ്പും വെട്ടിപ്പും എല്ലാ വൃത്തികേടും നമുക്ക് നടത്താം. പരിശുദ്ധാത്മാഭിഷേകം അവിടെ ഇരിക്കും, ഇറങ്ങി ഓടും. പക്ഷെ പരിശുദ്ധാത്മാഭിഷേകത്തിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, തിരിച്ചു പറയരുത്. തിരിച്ചു പറയാതെ നമ്മൾ സഹിക്കണം, മിണ്ടാതങ്ങ് ഇരിക്കണം. നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് അയ്യോ ഭയങ്കര വൃത്തികേടാ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും. അയ്യോ ഞാൻ അഭിഷേകമുള്ള ഒരാളല്ലേ, ഞാൻ പരിശുദ്ധാത്മാഭിഷേകമല്ലേ, അങ്ങനെ പറയാൻ കൊള്ളാവോ? വൃത്തികേടുകളൊക്കെ തിരിച്ചു പറയാൻ പറ്റാവോ? അമ്മയെ ചോദിച്ചാൽ അമ്മയെ കൊടുക്കണം, മോളെ ചോദിച്ചാൽ മോളെ കൊടുക്കണം, ചേച്ചി ചോദിച്ചാൽ ചേച്ചി കൊടുക്കണം, നിന്നെ ചോദിച്ചാൽ നീയും കൊടുക്കണം. അങ്ങനെ തിരിച്ചു പറയരുത്, അത് മിണ്ടാതിരുന്ന് കൊടുത്തേക്കണം. ബെസ്റ്റ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എല്ലാവരുടെയും പരിശുദ്ധാത്മാഭിഷേകവും വിശ്വാസവും ഒക്കെ സൂപ്പർ. അന്ത്യകാലഘട്ടവും അടുത്തിട്ട് പരിശുദ്ധാത്മാവ് എന്താണെന്നും അറിയത്തില്ല, ദൈവവചനം എന്താണെന്നും അറിയത്തില്ല, ഒരു മണ്ണാങ്കട്ടയും അറിയത്തില്ല. എല്ലാവന്മാരും മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രതിരോധം പഠിക്കേണ്ട സമയത്ത് പ്രതിരോധം പഠിക്ക്. ഇവന്മാരെ ഇത്രത്തോളം വഷളാക്കിയത് നിങ്ങളുടെ മൗനമായിരുന്നു, അതാദ്യം മനസ്സിലാക്ക്. നീ ഇതിലേക്ക് പോയില്ലേ ആൻസി വർഗീസേ? ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇങ്ങോട്ട് എന്തിനാ ഓടി വരുന്നേ? ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന മോൾ അങ്ങോട്ട് കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വരുന്നതാണോ? ഇത് എന്തുവാ സംഭവം നടക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാറി തിരിഞ്ഞ് വല്ല ഇതുണ്ടോ? ഒരു ടൈം സെറ്റിൽമെന്റ് വല്ലതും വെച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നീ ഓടി വരുന്നുണ്ട്. മോള് പോകുന്ന സമയത്ത് നീ വരും, നീ പോകുന്ന സമയത്ത് മോള് വരുമോ? ഇങ്ങനെയാണോ കമന്റ് ബോക്സിലോട്ട് കയറി വരുന്നേ? ഇല്ല, അറിയാണ്ട് ചോദിക്കും, നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിന്റെ ഇവളോട് പറ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാൻ പറ. അപ്പോ റീനയ്ക്കറിയാം ഞാൻ എവിടെ വന്ന് പ്രവർത്തിക്കണമെന്ന് എനിക്കറിയാം. നീ എന്നെ ഇന്ത്യയിൽ നിന്നെ വെച്ചിരിക്കുന്ന ഇന്ത്യയിൽ പറയാൻ വേണ്ടിയിട്ടാ. നിനക്ക് ഉസ്താദിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടല്ല നിന്നെ അവിടെ വെച്ചിരിക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കാനാ. മനസ്സിലായോ? ഉസ്താദിനോട് പോകാനല്ല നിന്നെ ഇന്ത്യയിൽ വെച്ചിരിക്കുന്നത്, നിനക്ക് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിക്കാൻ. ഞാനിപ്പോ ഇസ്രായേലിൽ നിൽക്കുന്നുണ്ട്, ഞാൻ ഇസ്രായേലിൽ നിന്ന് പ്രവർത്തിച്ചോളാം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിന്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഇന്ത്യയിൽ വെച്ചിരിക്കുന്നത്. പറഞ്ഞ പിടി കിട്ടിയോ? അതുകൊണ്ട് ഇന്ത്യയിലാക്കി വെച്ചിരിക്കുന്ന നീ വല്ലതും പറ്റുമെങ്കിൽ പറ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൊണ്ട് നടക്കുന്നു, പരിശുദ്ധാന്റെ അഭിഷേകം കൊണ്ട്. പാച്ചറിന്റെ അടുത്തും പാച്ചർ വിളിച്ചാലും പോയി കിടക്കാം. പരിശുദ്ധാത്മാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പാച്ചർമാർ പരിശുദ്ധാത്മാരുടെ അഭിഷേകം പറഞ്ഞ് ഗൾഫിൽ പോയ സ്ത്രീകളുടെയൊക്കെ ഭർത്താക്കന്മാരുടെയൊക്കെ വീടുകൾ കയറി നിറങ്ങി നടക്കുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകമാണ്. അതൊക്കെ പച്ചയ്ക്ക് പറയാൻ പാടില്ല റീന, പറഞ്ഞാൽ പ്രശ്നം. ആൻസി വർഗീസ്, എന്ത് പ്രവർത്തിക്കാനും നീ കമന്റ് ഇട്ട് അത് തന്നെ. നിനക്ക് എന്താ പ്രവർത്തിക്കാനുള്ളത് അത് നീ പ്രവർത്തിക്കുക അവിടെ കിടന്ന്. അതിനാ നിന്നെ വിളിച്ചിരിക്കുന്നത്, അവിടെ കെട്ടിരിക്കുന്നത്. അല്ലാതെ ഉസ്താദുമാരുടെ വീട്ടിൽ പോയി നിരങ്ങാനല്ല നിന്നെ വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? വന്നിരിക്കുന്നു പാച്ചിത്താന്മാവിന്റെ അഭിഷേകവും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ പേരും പരിശുദ്ധാത്മാ അഭിഷേകവും പറഞ്ഞിട്ട് എന്ത് തെണ്ടിത്തരവും വൃത്തികേടുകളും കാണിക്കാം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം. ലോകം മുഴുവനും നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് നടക്കുമ്പോഴും ഇപ്പോഴും സത്യവും ബോധവും തിരിയാത്ത മന്ദബുദ്ധി വർഗങ്ങൾ ഇപ്പോഴും കെട്ട് ഇതിനകത്ത് കിടക്കുക. ഒരു ബോധവും ബുദ്ധിയും തെളിയാതെ ഈ വർഗങ്ങള് ലോകത്തിൽ നടക്കാൻ പോകുന്ന ആപത്തറിയത്തില്ല. അതൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുത്തിനും വരത്തില്ല. പാച്ചറെന്ന് പറയുന്നുള്ളവനും വിശ്വാസം എന്നുള്ള പേരിലും ഒരുത്തിനും എഴുന്നേക്കത്തില്ല. അവനെല്ലാം മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി തനി സാത്താൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഒരു ഭാഗത്ത്. തനി സാത്താൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇസ്രായേലിൽ അവൻ ട്രയൽ നടത്തി കഴിഞ്ഞു. അതിന്റെ ഫുൾ പിക്ചർ കാണിക്കാൻ വേണ്ടി ലോകത്തിൽ അവൻ വരാൻ പോകുകയാണ്. മനസ്സിലായോ? ആൻസി വർഗീസ്, ഞാൻ 70 വയസ്സുള്ള സ്ത്രീയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതാണ് ഇത്ര ചൊറിച്ചിലെന്ന് എനിക്കിപ്പോ മനസ്സിലായോ? 70 വയസ്സുള്ള സ്ത്രീയാണെങ്കിലും 80 വയസ്സുള്ള സ്ത്രീയാണെങ്കിലും 90 വയസ്സുള്ള സ്ത്രീയാണെങ്കിലും ഉസ്താദിന് ചൊറിയാൻ പോകുന്നവളെ എല്ലാവളെയും ചൊറിച്ചിലെന്ന് തന്നെയാ പറയേണ്ടത്. പിടികിട്ടിയോ? 70 വയസ്സുള്ള സ്ത്രീയാണെന്ന് പോലും. 70 വയസ്സുള്ള സ്ത്രീ ആയിട്ടാണോ നീ നേരത്തെ മുഴുവൻ കമന്റ് ഇട്ടത്? ബഹുമാനം കൊടുത്ത് ബഹുമാനം മേടിക്കാൻ പഠിക്കണം. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞിട്ടില്ല പോലും,
കല്യാണം കഴിയണ്ട. പിന്നെ ഉസ്താദിന്റെ അടുത്ത് പോകുന്നതിനും വരുന്നതിനും കല്യാണം വല്ലതും കഴിയണമെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ബഹുമാനം കൊടുത്ത് ബഹുമാനം മേടിക്കണം. പിടികിട്ടിയോ? ബഹുമാനം കൊടുത്ത് ബഹുമാനം മേടിക്കുക. സ്ത്രീയോടാണെങ്കിലും ശരി, പുരുഷനോടാണെങ്കിലും ശരി, ആരോടാണെങ്കിലും ശരി ബഹുമാനം കൊടുത്തേ മേടിക്കാവൂ. അല്ലാതെ ഇങ്ങോട്ട് എനിക്ക് പ്രായമുണ്ട്, എന്ത് തോന്നിയവാസവും ഞാൻ കാണിക്കും, എന്ത് തോന്നിയവാസവും ഞാൻ പറയും, അതുകൊണ്ട് എനിക്ക് ബഹുമാനം തരണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമില്ല. അതാരാണെങ്കിലും. ആൻസി വർഗീസ് ഒരു സ്ത്രീയല്ല, എനിക്ക് മനസ്സിലായി. അതൊക്കെ എനിക്ക് മനസ്സിലായി. 20 വയസ്സുള്ള സ്ത്രീയുടെ ഇതിൽ വരുക ആൻസി വർഗീസ്. ഇത് ഏതോ ഒരു പെന്തക്കോസ് വർഗത്തിൽപ്പെട്ട ഒരെണ്ണമാണെന്നുള്ളത് എനിക്ക് എല്ലാം ബോധ്യമായി. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വന്തം ഐഡിയിൽ വരാൻ അറിയാത്ത വർഗങ്ങള്. കൊള്ളാം, സൂപ്പർ എല്ലാണോ. ആശാമോൾ അവൻ ആൻസിയെ കൂട്ടുപിടിച്ച് ചേച്ചി. സലീമല്ലേ അവൻ നോക്കിയപ്പോ ഉസ്താദിന് വേണ്ടി മാത്രം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി എനിക്കും കൂടി വരികയാണെങ്കിൽ കുറച്ച് ഉപകാരമാകുമല്ലോ എന്ന് വിചാരിച്ചാ. സലീമേ, അങ്ങനെ ഉദ്ദേശിച്ചതാണോ സലീമ്? ആൻസിയുടെ അടുത്ത് പോയി മെസ്സഞ്ചറിൽ പോയി കമന്റ് ഇട്ടാൽ മതി. അത് എന്റെ ലൈവ് ഹൗസിൽ നിങ്ങളുടെയൊക്കെ എന്താ പറയുന്നത് അഭിഹിത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സ് അല്ല ഉപയോഗിക്കേണ്ടത്. പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ പോയിട്ട് വല്ല എന്താ പറയുന്നത് ആൻസി വർഗീസ് താങ്ക് ഗോഡ്. സലീം അറ്റ്ലീസ്റ്റ് അയ്യോ സലീമിനെ കൊടുത്തതിന് ആൻസി ഇപ്പൊ ദൈവത്തിന് നന്ദി പറയുക. ഇത്ര നേരം ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തോടെ. ഇപ്പൊ ഒരു വഴി തുറന്നു കിട്ടിയത് കറക്റ്റ് ഒരു എന്താ പറയുന്ന ഹൂറിനെ കിട്ടിയത് ഇപ്പോഴാ. ഇത്ര നേരം അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുന്ന ഇടപെടലായിരുന്നു നമ്മുടെ കമന്റ് ബോക്സുകളിലൂടെ, നമ്മുടെ ലൈവിനകത്ത് ഏതെങ്കിലും വിധത്തിലൊരു കൂറം വന്ന് കൈ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. സലീമെ ആൻസി വിളിച്ചിട്ടുണ്ട്, ചെല്ല് എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് നിങ്ങളുടെ ഈ അവിഹിത ബന്ധം സ്ഥാപിക്കാൻ നിൽക്കരുത്. മെസ്സഞ്ചറിലോട് നേരെ പോയിക്കൊണ്ട് ആൻസി വർഗീസ് എന്നുള്ള മെസ്സഞ്ചർ ബോക്സ് കിട്ടിയല്ലോ, നേരെ ചെന്നിട്ട് പോയി അതിനകത്ത് പോയി കമന്റ് ഇട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സൊള്ളുകയോ നുള്ളുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. അങ്ങനെ സഹോദരെ അവർ തമ്മിൽ ഒന്നിക്കുകയാണ്. എന്റെ കമന്റ് ബോക്സ് കൊണ്ട് ഒരിവിടെ ആൻസി സലീം എന്ന് പറയുന്ന ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അവരുടെ എല്ലാവിധ എന്താ പറയുന്ന ലവ് ജിഹാദിനും നമ്മൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട് ഇതിനകത്തൂടെ. അങ്ങനെയെങ്കിലും പോയി കല്യാണം കഴിയാത്ത സ്ത്രീക്ക് ഒരു അവസരം കിട്ടട്ടെ. ചെല്ല്. എന്തായാലും ഈ ചില സിനിമകത്ത് ഒരു ട്രാജഡിയിലൊക്കെ വന്നിട്ടൊരു പ്രേമം ഉണ്ടാകുന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അതിന് കമന്റ് ബോക്സിലൂടെയും എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്ന്, സ്പാർക്കിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാണിച്ചത് എന്തായാലും നിങ്ങൾ രണ്ടുപേരും പൊളിയാ. കാര്യം നടക്കട്ടെ. അയ്യോ ചിരിക്കാനുണ്ട്. എനിക്ക് വയ്യ പ്രിയ സഹോദരങ്ങളെ. ഇടയ്ക്കൊരു കോമഡിയും വരുന്നത് നല്ലതൊക്കെ തന്നെയാണ്. നല്ല പരിചയമുള്ള പോലെ. അവരെ പരിചയമുണ്ടോ സലീമിന്? അയ്യോ, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങൾ വന്നിട്ട് ഇവിടെ കമന്റ് ഇട്ടതാണ് രണ്ടുപേരും ഒരുമിച്ച്. ആൻസിയും സലീമും നേരത്തെ പരിചയമുള്ളവരാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഒത്തു കളിച്ചതല്ലേ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്? അത് കൊള്ളാം, നല്ല സൂപ്പർ പ്ലാൻ തന്നെയായിരുന്നു. രണ്ടുപേരും ഒത്തു കളിച്ചത്, ഹൂറനും ഹൂറയും കൂടി ഒത്തു കളിച്ച് കമന്റ് ബോക്സിനകത്ത് കയറി വന്നതാ. ഒന്ന് നല്ല ഇപ്പൊ മനസ്സിലായി.
സലീം ആൻസി സേവ് ദ ഡേറ്റ് ജോയൽ ജോയ്. അതെ എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വയ്യ. എന്തോ മോള് കമന്റുമായിട്ട് വന്നിട്ടുണ്ട് ആൻസി മോള്. സലീം എന്റെ അടുത്തുണ്ട് മോള്. നല്ല കാര്യം. അതിപ്പോ മനസ്സിലായല്ലോ, അവൻ കമന്റ് ഇട്ടായിരുന്നല്ലോ, അത് ഞാൻ കണ്ട്. സലീം നിന്റെ അടുത്തുള്ളത്. സലീമിന്റെ കുഞ്ഞാണോ നീ ചുമക്കുന്നേ? ആ, സലീമിന്റെ കുഞ്ഞാണോ നീ ചുമക്കുന്നേ? അതാകാൻ വഴിയില്ല. സലീമിന്റെ കുഞ്ഞാകാൻ വഴിയൊന്നുമില്ല. DNA എടുത്ത് നോക്ക്. അങ്ങനെ സലീമിനെ പറഞ്ഞു പറ്റിക്കല്ലേ ആൻസി. മനസ്സിലായോ? സലീമിന് 80 വയസ്സൊന്നുമില്ല. കാക്കമാർക്ക് അങ്ങനെ എന്താ പറയുന്ന കൂറികളെ കിട്ടാൻ വേണ്ടിയിട്ട് തുടുത്ത മാറിടം മാത്രമേ നോക്കത്തുള്ളൂ. പെണ്ണ് കെട്ടാത്താകുമ്പോ തുടുത്ത മാറിടം കാണുമല്ലോ. മനസ്സിലായോ ആൻസി? കാക്കാമാർക്ക് തുടുത്ത മാറിടം മാത്രം മതി. പെണ്ണ് വളരെ വയസ്സായി കിളവിയാണെന്നോ. സലീം ചെറുപ്പക്കാരനാ. മനസ്സിലായോ? അപ്പൊ നിനക്ക് തെറ്റുപറ്റിപ്പോയതാ. സലീമിന്റെ പേരും പറഞ്ഞ് വേറെ ഏതൊരു കൂറം വന്നതാ അത്. ഇപ്പൊ എന്നോട്ടിട്ടിരിക്കുന്ന കമന്റ് ഇട്ടിരിക്കുന്ന സലീം അല്ല. അപ്പൊ അത് തെറ്റിപ്പോയി മോക്ക് കേട്ടോ. എന്നോട് കമന്റ് ഇട്ടിരിക്കുന്ന സലീം വന്നിട്ട് ചെറുപ്പക്കാരെ ചെറുക്കനാ. അപ്പൊ സലീം എന്നുള്ള പേരിൽ വന്ന കൂറം വേറെ ആയിരിക്കും. 80 വയസ്സുള്ള കിളവൻ വേറെ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? 80 വയസ്സുള്ള കൂറൻ തെറ്റിപ്പോയതാ. മനസ്സിലായോ ആൻസിയെ? സലീം എന്താ പറഞ്ഞ, കാക്കമാർക്ക് കോയമാർക്ക് വയസ്സൊന്നും വേണ്ട. 70 വയസ്സുള്ള കിളവിയെ കിട്ടിയാലും ചെറുപ്പക്കാരെ ചെറുക്കം വന്ന് കാര്യം നടത്തിക്കൊണ്ടു. ഇസ്രായേലിൽ അങ്ങനെയല്ലേ? വയസ്സായ കിളവിമാരെ കയറിയ ബലാത്സംഗം ചെയ്തിട്ട് പോയി. അവന്മാർക്ക് ഇത് കിളവിയാണെന്നോ ചെറുപ്പക്കാരിയാണോ എന്ന് പറഞ്ഞിട്ട് ആൻസി കിരീടത്തെ ആള് മാറിയതാ. അതെ, സലീമേ അത് 70 വയസ്സുള്ള കിളവിയാ. പോയി സേവ് ദ ഡേറ്റിംഗ് ഒക്കെ ചെന്ന് വീഴുന്നതൊക്കെ കൊള്ളാം. നോക്കി കണ്ടുമൊക്കെ പോയി വീഴ്. പിന്നെ സലീമിന് കാക്കമാർക്ക് പിന്നെ കുഴപ്പമില്ല, അത് വേറെ വിഷയം. പിന്നെ അജേഷോ ജിജീഷോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് വിടായിരുന്നു. പക്ഷെ കാക്കമാർക്ക് പ്രശ്നമില്ല. കാരണം ഇവിടെ ഇസ്രായേലിൽ വന്നിട്ട് ഹമാസ് പിന്നെ വയസ്സായ കിളവിമാരെയൊക്കെ അവന്മാര് ബന്ദിയാക്കി പിടിച്ചോണ്ട് പോയി അവന്മാരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട്. വയസ്സായ കിളവിമാരെയൊക്കെ ബന്ദിയാക്കി കൊണ്ടുപോയി അവന്മാരുടെ കാര്യം നടത്തിയത്. മനസ്സിലായോ? ഇവിടെ ചെറുപ്പക്കാര് എന്താ പറയുന്ന സ്ത്രീകളെന്നോ വയസ്സായവരെന്നോ കുഞ്ഞു കുട്ടികളെന്നോ ഒന്നും ഇവിടെ ഇല്ല. സുഡാഫികൾക്ക് ഈർക്കിൽ സാരിച്ച് തിന്നാലും മതി. ഷീലാവിക്ക് സത്യം, സുഡാഫികൾക്ക് ഈർക്കിൽ സാരി തിന്നാലും മതി. വയസ്സായ കിളവിയൊന്നും വേണ്ട, അവർക്ക് ചെറുപ്പക്കാരിയൊന്നും വേണ്ട, അവർക്ക് കുഞ്ഞൊന്നും ഇല്ല, ഒന്നുമില്ല. അവർക്ക് എങ്ങനെയാണെങ്കിലും ഇത് പറഞ്ഞ കാര്യം സാധിച്ചു കിട്ടാനൊരു സാധനങ്ങൾ. അത് പട്ടിയുടെ കിട്ടിയാലും അവർക്ക് ഗുണമാണ്. പട്ടിയുടെ കിട്ടിയാലും പോകും, കുതിരയുടെ കിട്ടിയാലും പോകും, ഒട്ടകത്തിന്റെ കിട്ടിയാലും പോകും, ഇനി ഉസ്താദിന്റെ കുഞ്ഞിൽ നിന്ന് കിട്ടിയാലും ഇമാര് പോകും. അതുകൊണ്ട് അവരുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാക്കന്മാരെ നോട്ടം ഉണ്ട്. നോട്ടം ഇടുന്നോണ്ടാണല്ലോ ഓരോ കാക്കന്മാരെയും നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയാമോ? വരുന്ന കാക്കന്മാരുടെ എല്ലാം തന്നെ പറങ്ങേണ്ടികളെ അവരുടെ ഓരോരോ കുപ്പിക്കകത്തിട്ട് കൊടുത്തു വിടാനാ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് കാക്കന്മാരെ. മനസ്സിലായോ? കാരണം ഈ പറങ്ങേണ്ടി വെച്ചിട്ടാ ഈ വേലത്തരം മുഴുവനും കാണിക്കുന്നത്. 72 കൂറി എടുത്ത് പോകാൻ വേണ്ടിയിട്ടേ. ഈ പറങ്ങേണ്ടിയുടെ ബലവും വെച്ചിട്ട് ഇരുമ്പ് ചട്ടിയും ഇട്ട് പൊട്ടിത്തെറിച്ച് ചത്ത് മറ്റുള്ളവനെയും കൊന്ന് കാണുന്ന പെമ്പിള്ളാരെയും ബലാത്സംഗം ചെയ്ത് അടിമ സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യാവുന്നൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് കൊച്ചു കൊച്ചു പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനും ഒക്കെ തോന്നുന്നത് ഈ പറങ്ങേണ്ടിയുടെ ബലത്തിൽ. അപ്പൊ കാക്കന്മാരെ ഞാൻ നോട്ടയിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ? കൈ കിട്ടിയ പറങ്ങേണ്ടി അരിഞ്ഞരിഞ്ഞെന്ത് ചെയ്യും? കൈ ഉപ്പ് കുപ്പിക്കകത്തിട്ട് തന്നെ കൊടുത്തു വിടും. അവിടെ ചെന്ന് വേണമെങ്കിൽ കൂറിടത്ത് ചെല്ലുന്ന സമയത്ത് വല്ലതും കൊണ്ടുപോയി അത് വല്ല പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് വല്ലതും പ്രയോജനപ്പെടുത്താം. അല്ലാതെ ഒരു പ്രയോജനവുമില്ല. കാക്കന്മാർക്ക് ഇതേ നോട്ടം ഇട്ടിരിക്കുന്ന ഈ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാ. മനസ്സിലായോ? കാക്കന്മാരെ ഞാൻ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ലല്ലോ. കാക്കന്മാരെ ഞാൻ നല്ലപോലെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. ഏത് കാക്കയെ കൈ കിട്ടിയാലും പിന്നെ കാക്ക കരയേണ്ടി വരും. കാക്കേ അണ്ടി പോയ അണ്ണാനെ പോലെ ഇത് കാക്ക പിന്നെ കരയേണ്ടി വരും. മനസ്സിലായോ? ആ ഗതികേട് ഉണ്ടാകരുത് എൻ്റെ അടുത്ത് വന്നിട്ട് പോയിട്ട്. അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങളുടെയൊക്കെ
ചരിത്രം മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രതിരോധവും കൂടി ജീവിക്കുന്നത് സാത്താന്മാരുടെ കോട്ടയ്ക്കകത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സാത്താന്മാരുടെ നേരിടാനുള്ള ശക്തിയും കൂടി ആർജിച്ച് വേണമല്ലോ ജീവിക്കാനായിട്ട്. മനസ്സിലായോ? പിടികിട്ടിയോ? അതുകൊണ്ട് ഓക്കെ ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് വിശുദ്ധി, എന്തുവാ, ഭക്ത, സുവിശേഷം എന്നുള്ള പേരിൽ റീനയെ വിരട്ടാം, പേടിപ്പിക്കാം എന്നങ്ങ് ചിന്തിച്ചേക്കരുത്. റീനയുടെ വിശുദ്ധി തന്നെയാ. റീന ഇനിയും സുവിശേഷം പറയും. മനസ്സിലായോ? റീനയെ കൊണ്ട് കർത്താവ് സുവിശേഷം പറയിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ മുറിയാന്മാരുടെ, കോയമാരുടെ ഈ എന്താ പറയുന്നേ, ഈ അണ്ടിയുടെ ബലം ഉണ്ടല്ലോ, അതിനെ തകർക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതുപോലൊരു അണ്ടിയുടെ ബലം കാണിച്ചവനാ അന്ന് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ രാജാവ്. അവന് കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെല്ലാം അവന്റെ കൂടെ കിടന്നു കൊടുക്കണം പോലും. ഭയങ്കര മോഹമായിരുന്നു. പണ്ട് ഗ്രീക്കിലെ സാമ്രാജ്യം, ആധിപത്യം അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് പിടിച്ചെടുത്തതിന് ശേഷം അന്തിപ്പാസിന് ഭയങ്കര മോഹമാ. എന്താണെന്നറിയാമോ? പെണ്ണുങ്ങള് അന്തിപ്പാസിന് ഭയങ്കര മോഹമാ. പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ കൂടെ പോകരുത് ആദ്യ രാത്രിയില്. അന്തിപ്പാസിന്റെ മുറിയണ്ടിയുടെ ബലം കാണിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പോണം പെണ്ണുങ്ങള്. ഇതായിരുന്നു അവന്റെ ഒരു പരിപാടി. അപ്പോഴത്തേക്കും കർത്താവ് യൂതിത്തിന് ശക്തി കൊടുത്തു. മക്കളെ, പോയി അവന്റെ മുറിയണ്ടി വെട്ടിയെടുത്തോ, ബാക്കിയുള്ള കാര്യം ബാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ യൂതിത്ത് എന്താ ചെയ്തെന്നറിയാമോ? നല്ല വൃത്തിയാണം പോയി മയക്കിയിട്ട് നല്ല കാര്യമായിട്ട് അവന്റെ മുറിയണ്ടിയുടെ ബലം കെടുത്തിക്കളഞ്ഞു. അതോടുകൂടി കണ്ടം വഴി ഓട്ടമായി. പിന്നെ ഇസ്രായേൽ മക്കളുടെ യൂതിത്തിന്റെ സഹോദരന്മാരായ മക്കബേറും കൂട്ടരും കയറി എന്ത് ചെയ്തു? എല്ലാ അണത്തിനെയും കൊന്നു കളഞ്ഞിട്ട് ഇസ്രായേൽ ദേശം തിരിച്ചു പിടിച്ചെടുത്തു. പിടികിട്ടിയോ? ഇതാണ് ഇസ്രായേലിന്റെ ചരിത്രം. ഇസ്രായേൽ സ്ത്രീകളുടെ ബലവും ഇതാ. ചൊറിയാൻ പോയാലുണ്ടല്ലോ അണ്ടിയുടെ ബലം അങ്ങ് തീർത്തു കൊടുക്കും. ഇതുപോലൊരു ഇസ്രായേൽ യഹൂദ സ്ത്രീ ഉണ്ടായിരുന്നു 6-ാം നൂറ്റാണ്ടില്. മനസ്സിലായോ? അറബിയുടെ കാലഘട്ടത്തില്, മമ്മദ് കാമഭ്രാന്തന്റെ കാലഘട്ടത്തില്. അങ്ങനെ അറബിയുടെ കാമഭ്രാന്തത്തില് 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന നമ്മുടെ മുറിയണ്ടി എന്ത് ചെയ്തു? പിടിച്ചോണ്ട് പോയിരിക്കുക. ആരെ? യഹൂദ സ്ത്രീയെ, അവന്റെ കാമഭോഗം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കർത്താവ് അവക്ക് ശക്തി കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ വിഷം വെച്ചോ, അവന്റെ മുറിയണ്ടിയുടെ ബലം തീർക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്തു? അവൾ എന്ത് ചെയ്തു? ഇറച്ചിക്കകത്ത് വിഷം വെച്ച് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? നമ്മുടെ മമ്മദ് കാമഭ്രാന്തന്റെ 30 കുതിരശക്തിയുടെ പവർ അതോടുകൂടി തീർന്നു. ഒക്കെ ആയി. പിന്നെ തൊണ്ടയുടെ ശക്തിയും പോയി, 30 കാമഭ്രാന്തന്റെ ശക്തിയും പോയി, കുതിരയുടെ ശക്തിയും പോയി, എല്ലാം പോയി അവന്. മനസ്സിലായോ? അവനെല്ലാം പോയതിനു ശേഷം പിന്നീട് എന്ത് ചെയ്തു? കൃത്യമായിട്ട് തന്നെ അവൻ ചത്ത് ഒടുങ്ങി അവനെ കൊണ്ട് മൂലയ്ക്കകത്ത് കൊണ്ട് കിടത്തി. അവന്റെ മുറിയണ്ടിയുടെ ബലത്തെയും തകർത്ത് കളഞ്ഞത്, സാത്താനെ നെറ്റിക്കടിച്ചു വീഴ്ത്തിയത് പോലും ഒരു യഹൂദ സ്ത്രീയെ കൊണ്ട് അദ്ദേഹം അത് ചെയ്യിച്ചത്. കാരണം പുരുഷനെന്ന് പറയുന്നവന്മാരും വചനത്തിന്റെ എന്തുവാ, ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവുള്ള സ്ത്രീകൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പരിശുദ്ധാത്മാവുള്ള സ്ത്രീകൾക്ക് തിരിച്ച് പ്രതികരിച്ചുകൂടാ. മുറിയണ്ടി വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവന്റെ കൂടെ അങ്ങ് കിടന്നു കൊടുക്കണം എല്ലായ്പ്പോഴും. എന്നിട്ട് കഷ്ടപ്പെടണം അവിടെ കിടന്നിട്ട്. കൃപ ഒന്നേ ആനന്ദം ഒന്നേ, കൃപ ഒന്നേ ആനന്ദം ഒന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കണം. പരിശുദ്ധാത്മാവുള്ള സ്ത്രീകളൊക്കെ ചെയ്യേണ്ടതാ. അതാ യഹൂദ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ആത്മാവ് എന്തിനാന്നറിയാമോ? തീർത്തേക്ക്. മനസ്സിലായോ? യഹൂദ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ബലം എന്താണെന്നറിയാമോ? കർത്താവ് തീർത്തേക്കെന്ന് പറഞ്ഞു. വെച്ചേക്കരുത് ഈ വർഗങ്ങളെ. ഇങ്ങനെ വന്ന്
വീഴുന്നവന്മാരെ തീർത്തേക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിലെ ഓരോ ആർമിയെ കണ്ടാലും ഓരോ പെൺ സിംഹങ്ങളാ. ചൊറിയാൻ വന്നാലുണ്ടല്ലോ വെച്ച് കാച്ചി കൊടുക്കും. മനസ്സിലായോ? ഇസ്രായേലിലെ ആർമി എന്ന് പറയുന്നത് പെൺ സിംഹങ്ങളാ. ചൊറിയാൻ വന്നാലുണ്ടല്ലോ വെച്ചങ്ങ് കാച്ചി കൊടുക്കും. ആ പെണ്ണുങ്ങളോട് പോയി ചൊറിയണം, അപ്പൊ അറിയും വിവരം. ആ ഇസ്രായേലിലെ ആ പെൺകരുത്തുകളോട്, ആ പെൺകരുത്തുകളുടെ കാലിന്റെ വെള്ളം കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും പാച്ചറെന്ന് പറയുന്നവന്മാർക്കും പുരോഹിതൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ശിഖണ്ഡികൾക്കും ഇല്ല എന്നുള്ളതാണ്. ഇസ്രായേലിലെ പെണ്ണുങ്ങളുടെ കാലിലെ വെള്ളം കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും, അവരുടെ കരുത്തിന്റെ യോഗ്യത പോലും, അവരുടെ ധൈര്യത്തിന്റെ ഒരു അംശം പോലും ഇല്ല. പരിശുദ്ധാത്മാവുള്ള ധൈര്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് കാശ് മേടിക്കാനുള്ള അഭിഷേകമാണ് കിട്ടിയിരിക്കുന്നത്. നാട്ടുകാരെ പറ്റിച്ച് കാശ് മേടിക്കാം, അതിന് ഭയങ്കര അഭിഷേകമാണ്. പിന്നെ പോരാത്തതിന് ഭർത്താക്കന്മാർ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവന്മാരുടെ ഭാര്യമാരെ സൊള്ളാനായിട്ട് ഭയങ്കര അഭിഷേകമാണ്. നൈറ്റ് രാത്രിയും പകലും ഒക്കെ ഇല്ലാന്നിരുന്ന് പോൺ വീഡിയോ കണ്ട് രസിക്കാൻ ഭയങ്കര അഭിഷേകമാണ്. എന്നിട്ട് പുൾപിറ്റിൽ നിന്നിട്ട് ഹല്ലേലൂയ ചോത്രം 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 പറയാനും ഭയങ്കര അഭിഷേകമാണ്. ഇതെല്ലാം ഭയങ്കര അഭിഷേകമാണ് ഇവന്മാർക്ക്. സുശാന്ത് പ്രഭു, സി യു ലേറ്റർ, ഗുഡ് നൈറ്റ്. 1:30 നിങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ കേട്ടോ. ഉറങ്ങേണ്ടവരെല്ലാം വേഗം വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടാൻ പോണില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത് ഇങ്ങനെയാ. ഇവരുടെയൊക്കെ എല്ലാ തോന്നിയവാസവും തെമ്മാടിത്തരും ഒക്കെ ഒളിച്ചും പാത്തും തെളിഞ്ഞും ഒക്കെ ചെയ്യും. പബ്ലിക്കിൽ മാത്രം നമ്മൾ മാന്യന്മാരുടെ വേഷവും കിട്ടും. ഭയങ്കര വെള്ള തേച്ച് ശവക്കല്ലറകളെ പോലെ നമ്മൾ നടക്കും. റോസമ്മ സാമ്പർകുട്ടി, ഗുഡ് നൈറ്റ്, ഗോഡ് ബ്ലെസ് യു. ബിനു കൊല്ലം, ഗുഡ് നൈറ്റ്, ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ് പറഞ്ഞു പോകേണ്ടവരെല്ലാം പോയിക്കോ കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഉറക്കമൊന്നും കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയൊന്നും ഇരിക്കണ്ട. ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അപ്പം ഇങ്ങനെ എന്താ പറയാ, ദൈവവചനത്തിന്റെ എന്താ പറഞ്ഞ വെള്ള തേച്ച ശവക്കല്ലറകളൊക്കെ പുറമേ നമ്മൾ നല്ല വേഷം കെട്ടലൊക്കെ കെട്ടിയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാന്യന്മാരുടെ മുഖമുടി ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര മാന്യതയാണ് നമ്മുടെ സമൂഹത്തില്. എന്ത് നല്ല സമൂഹം എന്നറിയാമോ? ഇങ്ങനെയൊക്കെ വേണം സമൂഹങ്ങൾ വളരാനായിട്ട്. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമൂഹം ജയിച്ച കണക്ക് തന്നെ. ഷിജിൻ ജെ ജോൺസൺ, ഖുറാൻ തലതിരിഞ്ഞ പുസ്തകം. തലതിരിഞ്ഞ പുസ്തകമോ? സാത്താൻ പുസ്തകം. തലതിരിഞ്ഞ പുസ്തകം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാത്താന്റെ പുസ്തകം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെല്ലാം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ദുഷ്ടാത്മസേനയോടും എന്ന് പറയുമ്പോൾ ഈ അന്ധകാരത്തിന്റെ ദുഷ്ടാത്മസേന എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ. അപ്പൊ പോരാട്ടം കഴിക്കുമ്പോൾ അതിനെതിരെയും പോരാട്ടം കഴിക്കേണ്ടിയിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനിക്ക് അതിനൊന്നുമല്ല പോരാട്ടമുള്ളത്. കടഭാരം മാറുന്ന സ്വത്തോനിങ്ങനെ കറങ്ങി നടക്കുകയാണ്. സാത്താൻ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ അന്ധകാര ശക്തി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നമ്മുടെ ചുറ്റും വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഇങ്ങനെ പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ? കടഭാരത്തിലൂടെ പോരാട്ടം കഴിക്കുന്നു, പിന്നെ രോഗത്തിലൂടെ പോരാട്ടം കഴിക്കുന്നു, ബുദ്ധിമുട്ടിലൂടെ പ്രയാസത്തിലൂടെ പോരാട്ടം കഴിക്കുന്നു, മക്കളെ തരാതെ പോരാട്ടം കഴിക്കുന്നു, വീട് വെക്കാൻ നിവൃത്തിയില്ലാതെ പോരാട്ടം കഴിക്കുന്നു. ഇതൊക്കെയാണ് സാത്താന്റെ പോരാട്ടം. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള പോരാട്ടമേ ഭയങ്കര പോരാട്ടമാണ് ഇതൊക്കെ. ക്രിസ്ത്യാനിക്കൊന്നുമില്ല ഇപ്പൊ പോരാട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തിൽ മുഴുവൻ എല്ലാത്തും പോരാട്ടമായിപ്പോ. ഇപ്പം ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ വന്നതുകൊണ്ടൊന്നും മനസ്സിലാകുന്നില്ല. അതാ വെല്ലപ്പോ കൂടി കയറി വരരുത്. ഫുള്ള് വിരുന്ന് കാണാൻ വേണ്ടി നേരത്തെ കയറി വരണം. മനസ്സിലായോ? ക്രിസ്ത്യാനിയുടെ പോരാട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാ. രോഗം, കടഭാരം, മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തത്, പിന്നെ എന്താ പറയുക വീട് വെക്കാൻ കഴിവില്ലാത്തത്, പിന്നെ വിദേശങ്ങളിൽ ജോലിക്ക് പോകാൻ പറ്റാത്തത്, അങ്ങനെ ഈ വീട്ടിലെ നന്മകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ അലറി നടക്കുകയാണ്, പോരാട്ടം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോരാട്ടത്തിൽ ജയിക്കാൻ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പോരാട്ടങ്ങളെ ജയിച്ചു കീഴടക്കണം. എന്നാന്നല്ലേ പോരാട്ടം എന്നറിയാവോ ക്രിസ്ത്യാനിയുടെ പോരാട്ടം? അവിടെ സാത്താൻ എന്ന് പറയുന്നവൻ സാക്ഷാൽ മുഹമ്മദ് കാമഭ്രാന്തന്റെ രൂപത്തിൽ എഴുന്നേറ്റ് ഭൂമിയിൽ വന്ന് എതിർ ക്രിസ്തുവായിട്ട് അവതരിച്ച് നിൽക്കുകയാണ്.
അവന്റെ അടിമകളും അതിനൊത്തു തക്കവണ്ണം ഇങ്ങനെ പോരാട്ടം കഴിക്കാനിരിക്കുക. അപ്പോഴും ക്രിസ്ത്യാനിയുടെ പോരാട്ടം എന്നറിയാമോ? കടഭാരം, രോഗം, കഷ്ടം, ദുഃഖം, പട്ടിണി, പ്രയാസം, വീട് വെക്കാൻ, കാവല് വെക്കാൻ, മക്കളെ കെട്ടിക്കാനായിട്ട്, വിദേശത്ത് പോകാനായിട്ട്, ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ നമ്മൾ ദൂരവ്യാപകമായി ആട്ടിയോടിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. തീർന്ന്. ഇതാണ് ക്രിസ്ത്യാനിയുടെ പോരാട്ടം കഴിപ്പല്. അയ്യോ മന്ദബുദ്ധികളെ, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒന്നാലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് വെറും കേവലം ലോകത്തിലെ ജാതികൾക്കുള്ള സെയിം പോരാട്ടം തന്നെയാണ് ഇവർക്ക് പോരാട്ടം. എന്തോ ക്രിസ്ത്യാനികൾക്ക് മാത്രം ഉള്ളതാണ് വിചാരം. കടഭാരവും, രോഗവും, കഷ്ടവും, പ്രയാസവും, മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തതും, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തതും, വിദേശത്ത് പോകാൻ നിവൃത്തിയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പോരാട്ടം വെറും ക്രിസ്ത്യാനിക്കുന്ന ഇവരുടെ വിചാരം. ലോകത്തിലെ എല്ലാവർക്കും ഉള്ളതാണ് ഈ കഷ്ടം. അത് എല്ലാവനും അവനവന്റെ ജീവിതത്തിൽ നല്ലതുപോലെ ദൈവം തന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കഷ്ടവും നഷ്ടവും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ ദൈവം തന്നുള്ള ബുദ്ധിയും ബോധവും എടുത്ത് ഉപയോഗിക്കാതെ ചുമ്മാ കടന്ന് നാട്ടിലുള്ളത് മുഴുവനും തന്റെ അയൽവാക്കക്കാരൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് വിചാരിച്ചിട്ട് കടന്ന് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ തന്റെ അയൽവാസി 50,000 1 ലക്ഷം രൂപ ശമ്പളമുള്ളവന്റെ ജീവിതം നോക്കിയിട്ട് 50,000 ശമ്പളമുള്ളവൻ ജീവിക്കാൻ പോയാൽ കടഭാരവും പ്രയാസവും കയറി വരാതെ പിന്നെന്ത് കയറി വരും? ഇങ്ങനെ ജീവിക്കാൻ പോയതുകൊണ്ട് പ്രശ്നമുണ്ടായതാ. അല്ലാതെ പോരാട്ടം എന്ന് പറയുന്നത് ഇതല്ല. പോരാട്ടം എന്ന് പറയുന്നത് സാക്ഷാൽ അവൻ എതിർ ക്രിസ്തുവായി ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാലഘട്ടത്തിലുള്ള സംഭവമല്ല പിന്നീട് നടക്കുന്നത്. ഇപ്പം നമ്മൾ അന്ത്യകാലത്തിന്റെ അന്ത്യകാലഘട്ടമാണ്. യുദ്ധം സമയത്ത് യുദ്ധവീരാളികളെ പോലെ യുദ്ധത്തിന് പോരാട്ടം കഴിക്കേണ്ട സമയമാണ്. അതാണ് ഇന്നത്തെ പോരാട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാളെടുത്ത് നിൽക്കേണ്ട സമയത്ത് വാളെടുത്ത് തന്നെ വെട്ടണം. AK-47 നിൽക്കുക. ഒരുത്തൻ ദൂരെ നിന്ന് വെടിവെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ വാളും വെച്ചോണ്ട് ചുരുട്ടിക്കൊണ്ടിരുന്ന നടക്കുമോ കാര്യം? അവൻ AK-47 വെച്ചോണ്ടിരിക്കാനെങ്കിൽ നീയും AK-47 പോലത്തെ ആയുധം കയ്യിൽ കരുതണം. എന്നാലേ തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്ത് പോരാട്ടമാണ് നിങ്ങൾ കഴിക്കുന്നത്? സാത്താൻ ഇന്നും വളർന്നുകൊണ്ടിരിക്കുക. അവന്റെ ആധിപത്യം കോട്ടകട്ടി അവൻ തക്കിയ പറഞ്ഞും അല്ലാതെയും ഒക്കെ അവൻ നൈസായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് ആ പോരാട്ടമല്ല. അതൊന്നും പറയാൻ ക്രിസ്ത്യാനിക്ക് പേടിയാ. തല പോയാലോ നമുക്ക് ഇവിടുന്ന് പറന്ന് അമേരിക്കയ്ക്ക് പോയി ജീവിക്കാനുള്ളവരല്ലേ, സമൃദ്ധിയിൽ ജീവിക്കാനുള്ളവരല്ലേ. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വീട് തരും, കാട് തരും, മാളിക തരും, അത് തരും, ഇത് തരും, മന തരും, പൂന തരും, ഇതെല്ലാം തരും കർത്താവ്. ഇരുത്തി തീറ്റിക്കും. അവസാനം കഷ്ടതയുടെ സമയം വരുമ്പോൾ കർത്താവ് എടുത്ത് പറത്തിക്കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് ജാതികൾക്കെല്ലാം കൊടുക്കും. നീ അങ്ങ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. പൊട്ട മനുഷ്യരെ പ്രതിരോധം പഠിക്കേണ്ട സമയത്ത് പ്രതിരോധം പഠിക്കും. നിങ്ങൾ തിരിച്ചു പറയുന്നതിന്റെ പേരിലൊന്നും നിങ്ങളാരും നരകത്തിൽ പോകാനുള്ളവരോ നിങ്ങളുടെ വിശുദ്ധി ഒലിച്ചു പോകാനുള്ളതോ ഒന്നും അല്ല. എന്നെ ഒരുത്തൻ കയറി ബലാത്സംഗം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവനെ തിരിച്ച് ചവിട്ടി അവന്റെ സാധനം അടിച്ചു പൊളിക്കുന്നതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോത്തില്ല. അതാദ്യം പഠിക്ക്. എന്നെ ഒരാത്തും ബലാത്സംഗം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവന് കിടന്നു കൊടുക്കുന്നവനൊക്കെയാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്ന വൃത്തികെട്ട ക്രിസ്ത്യാനിയെ. അങ്ങനത്തെ കാഴ്ചപ്പാടോടുകൂടിയ നിന്റെയൊക്കെ സംസാരം എന്ന് പറയുന്നത്. വിശുദ്ധിയുടെ മാനദണ്ഡം നീയൊക്കെ പറയുന്നത് കേട്ടാൽ അതാണ്. ഒരുത്തൻ ബലാത്സംഗം ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് ദൈവവചനം സംബന്ധിച്ച് സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവനെല്ലാം അവളെ വ്യഭിചാരം ചെയ്യുന്നു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ സ്ത്രീയെ ആസക്തിയോടുകൂടി നിന്റെ സാധനം താടി എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് പക്ക അവളെ കിടത്തി ബലാത്സംഗം ചെയ്യുന്നതിന് സമം തന്നെയാണ് ദൈവവചനം അനുസരിച്ച്. ഇനിയെങ്കിലും പൊടിക്ക് പൊട്ട ജാതിയെ, ഇനിയെങ്കിലും പടി. ഇനിയൊക്കെ സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു വചനം പഠിപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയായിരിക്കുന്നിടത്ത് വന്നിട്ട് നിന്റെ അമ്മയുടെ സാധനം തുറന്നു വെച്ച് താടി എന്ന് പറയുന്നത് പോലും ആ സ്ത്രീയെ അമ്മയെ പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് സമമാണ്. അപ്പോഴത്തേക്കും എന്റെ മിണ്ടാതിരുന്നിട്ട് തുറന്നു വെച്ച് കൊടുക്കുന്നത് പോലെ മിണ്ടാതിരിക്കുന്നതല്ല അതിന്റെ ഗുണം. മനസ്സിലായി? ചവിട്ടി പൊട്ടിക്കേണ്ടത് ചവിട്ടി പൊട്ടിക്കണം. ആ സാധനത്തിന് പിന്നെ പണി കൊടുക്കരുത്. അതാ ചെയ്യേണ്ടത്. മനസ്സിലായ? ഇത് പറയുമ്പോൾ മാന്യന്മാർക്ക് പിടിക്കില്ല. മാന്യന്മാരെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീയെ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും
മിണ്ടാതിരുന്നു. അത് വിശുദ്ധിയാണ്. അയ്യോ, അമ്മയെ ചോദിച്ച് അമ്മയുടെ കൂടെ ക്ഷയിക്കാനായിട്ട് കിടക്കാൻ താന്ന് പറയുമ്പോഴത്തേക്കും അമ്മയെ കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്നതാണ് വിശുദ്ധി. എൻ്റെ അമ്മയെ എടുത്തു കേട്ടോ. ഒരു കർണത്തടിക്കുമ്പോൾ മറുകരണം കൊടുത്ത കർത്താവ് പറഞ്ഞു, അമ്മയെ ചോദിച്ചു കഴിഞ്ഞാൽ മോളെ ഫ്രീ എന്ന് പറയുമ്പോൾ മൗനം പാലിച്ചിരുന്നാൽ സൂപ്പർ. ഇതാണ് ക്രിസ്ത്യാനിയുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. വചനത്തെ വചനമായി മനസ്സിലാക്കി തരാൻ നിങ്ങളൊന്നും പഠിപ്പിക്കാതെ വിശുദ്ധിയുടെ മാനം കെട്ടി മാനദണ്ഡം ഇട്ട് തന്ന് തിരിച്ചു പറയുന്നതും തിരിച്ചു പ്രതികരിക്കുന്നതും ഒക്കെ എന്തോ വലിയ അന്യായ പാപം ചെയ്യുന്നതും കർത്താവിന്റെ വചനം വിറ്റ് കാശാക്കുന്നത് ഭയങ്കര വലിയ അഭിഷക്തന്റെ പണിയുമാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഷിജിൻ ജെ ജോൺസൺ, ഇസ്രായേൽ യുദ്ധം നമുക്ക് നൽകുന്ന പാഠം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തു എന്ന് കഴിഞ്ഞു എന്നാണ്. അത്യുനായ ദൈവത്തിന്റെ വരവും വേഗത്തിൽ സംഭവിക്കും. തീർച്ചയായിട്ടും അത്തിയെ നോക്കി ഉപമ പഠിക്കാൻ കർത്താവ് പറഞ്ഞു. അത്തിയെ നോക്കി തന്നെ നമ്മൾ ഉപമ പഠിക്കണം പ്രിയ സഹോദരങ്ങളെ. മാന്യന്മാരുടെ മാന്യത എന്ന് പറയുന്ന വേഷം കെട്ടലിനകത്തുള്ളതല്ല ജീവിതം എന്ന് പറയുന്നത്. ആ വേഷം കെട്ടൽ എപ്പോഴും അഴിഞ്ഞു പോകും മുഖമുടി പോലെ. പച്ചയായി നിന്ന് സംസാരിക്കുന്നതും പച്ചയായ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നതുമാണ് ആ ഒരു പച്ചയ്ക്ക് മനുഷ്യനെ തിരിച്ചറിയേണ്ടത്. അല്ലാതെ വേഷം കെട്ടലല്ല മനുഷ്യനെ തിരിച്ചറിയേണ്ടത്. മനസ്സിലായോ? തിരിച്ചു കൊടുക്കേണ്ട സ്ഥലത്ത് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. ഏത് ആയുധം കൊണ്ടാണോ അവൻ വന്നത് അതേ ആയുധം വെച്ച് തന്നെ അവൻ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഗോലിയാത്ത് ഇസ്രായേലിനെ കൊല്ലാനും വെല്ലുവിളിച്ചുകൊണ്ടും വന്ന ആയുധം വെച്ചുകൊണ്ട് തന്നെ ഗോലിയാത്തിനെ നെറ്റിക്ക് അടിച്ചിട്ടിട്ട് അവന്റെ ആയുധം മേടിച്ച് കഴുത്തറുത്ത് കൊന്നതാ ദാവീദ്. അവൻ എന്റെ അമ്മയെ ആയുധമായിട്ട് ചോദിക്കുന്നെങ്കിൽ അവന്റെ അമ്മയെ തന്നെ ആയുധമായിട്ട് ഉപയോഗിച്ചേക്കണം. പ്രതിരോധം അങ്ങനെയാ തീർക്കേണ്ടത്. നിന്റെ മകളെയാണ് ചോദിച്ചു വരുന്നെങ്കിൽ അവന്റെ മകളെ തന്നെ ആയുധമാക്കി വെച്ചേക്കണം. നിന്റെ സഹോദരിയാണ് ചോദിക്കുന്നത്, അവന്റെ സഹോദരിയെ തന്നെ ആയുധമാക്കി വെച്ചേക്കണം. നിന്നെയാ ചോദിക്കുന്നെങ്കിൽ നിന്റെ ഭാര്യ ആയുധമാക്കി കൊടുത്തേക്കണം. അവന്റെ ആയുധം എടുത്ത് അവന്റെ കഴുത്ത് അങ്ങ് വെട്ടിയേക്കണം. തീർന്നു. അതോടുകൂടി കാര്യം കാറ്റുപോയി. പറഞ്ഞ മനസ്സിലായോ? ഇത് പഠിക്കാനും ഇത് പഠിപ്പിച്ചു കൊടുക്കാനും ക്രിസ്ത്യാനിക്ക് ആരുമില്ല. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാനും ഇത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. വിശുദ്ധിയുടെ വേഷം കെട്ടലും കെട്ടിക്കൊണ്ട് എല്ലാ തോന്നിവാസികൾക്കും പൈശാചിക ശക്തികൾക്കും ആധിപത്യം ലോകത്ത് സ്ഥാപിച്ചു കൊടുക്കത്തക്കവണ്ണം മൗനമായി ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് വരെ വളരാൻ വിട്ടു. അങ്ങനെ ഇവന്മാർ വളർന്നിപ്പോൾ പന്തലിച്ച് നിൽക്കുകയാണ്. ആകെ ഇപ്പോൾ എതിർത്ത് നിൽക്കുന്നത് യഹൂദൻ മാത്രമേ ഉള്ളൂ. ഈ ചെറ്റകളോട്, ഈ തീവ്രവാദികളോടും ഈ ചെറ്റകളോടും ഈ പൈശാചിക ശക്തിയോടും എതിർത്ത് നിൽക്കുന്നത് ഇന്ന് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിയെല്ലാം മാന്യന്മാര് വേഷം കെട്ടലുകൾ കെട്ടും. ഉണ്ടാതിരിക്കും, തുറന്നു പറയത്തുമില്ല. സാത്താന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വിശദീകരണം ലോകത്തിന് പറഞ്ഞും കൊടുക്കത്തില്ല. ഇത് സാത്താന്റെ പുസ്തകം എന്ന് പറയാൻ പേടി. ജീവൻ പോയാലോ തലയർത്തു വന്നാലോ അല്ലെങ്കിൽ കൈകാലുകൾ എതിർദിശയിൽ വെട്ടിക്കളഞ്ഞാലോ അതൊന്നും പറയാൻ പാടില്ല. അത് സുവിശേഷത്തിന് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. സുവിശേഷം പറയുമ്പോൾ നിനക്ക് ജോലി കിട്ടും, കടം കിട്ടും, കടം മാറും, രോഗം മാറും, കഷ്ടം മാറും, മക്കളെ കെട്ടിക്കും, സ്വർഗത്തിൽ പോകും, വിദേശത്ത് പോകും. ഇതൊക്കെയാണ് സുവിശേഷത്തിന്റെ വരപ്രസാദങ്ങൾ. ബാക്കിയൊന്നും സുവിശേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫൈറ്റ് നിൽക്കുന്നതൊന്നും സുവിശേഷമല്ല. മന്ദബുദ്ധികളെ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഒരു പടയാളിയെ പോലെ പോരാട്ടം കഴിക്കേണ്ട സമയത്ത് പോരാട്ടം കഴിച്ച് നിന്ന് വെട്ടി നുറുക്കി പോണം. ഒരുത്തനെയും നമ്മുടെ മുമ്പശത്ത് നിർത്തി പോകരുത്. വരുന്നവനെയെല്ലാം വെട്ടി വീഴ്ത്തത്തക്കവണ്ണമുള്ള ശക്തി ആർജിക്കും നിങ്ങൾ. ഒരുത്തനും അവന്റെ ആയുധം എടുത്തുകൊണ്ടോ അവന്റെ ബലം കാണിച്ചുകൊണ്ടോ നമ്മുടെ മുമ്പിൽ വിരസിക്കൊണ്ടു പോകാൻ നിൽക്കരുത്. സാത്താനാണ്, സാത്താന്റെ അടിമയാണ്. അവന്റെ മുമ്പിൽ നീ എന്തിനാ തോറ്റു കൊടുക്കുന്നത്? അവന്റെ വാക്കുകളാണോ നിനക്ക് തീയമ്പ്? അതിനെ കണ്ട് പേടിച്ചുകൂടാനായിട്ട്? അവന്റെ വാക്കുകൾ തീയമ്പാണെങ്കിൽ അത് വാങ്ങിച്ച് അവന്റെ പള്ളയ്ക്ക് തന്നെ കുത്തി കൊടുക്കണം. അവന്റെ വാക്കാ തീയമ്പെങ്കിൽ, അവന്റെ വാക്കുകളായി ഇന്ന് തീയമ്പായിട്ട് വരുന്നെങ്കിൽ ആ വാക്ക് തന്നെ വാങ്ങിച്ച് അവന്റെ പള്ളയ്ക്കായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ അവൻ വന്നേക്കത്തില്ല പരിസരത്തോട്ട്. പോകുന്ന വഴി അതോടുകൂടി അവൻ സ്ഥലം കാലിയാക്കി പോകും. മനസ്സിലായോ? അതാ ചെയ്യേണ്ടത്. ആയുധം കയ്യിലെടുക്കേണ്ട സമയത്ത് ആയുധം കയ്യിലെടുത്തുകൊള്ളുക പ്രിയ സഹോദരങ്ങളെ. വില്യം റോഫ്, അമാലിയർക്ക് ഭയം ഇസ്രായേലിനെ മാത്രം. അതെ, ഇസ്രായേലിനെ മാത്രമേ ഉള്ളൂ. കാരണം തിരിച്ചു കൊടുക്കുമെന്നുള്ളത് അറിയാവുന്നേ. അവനെ വാങ്ങിച്ച പണിക്ക് തന്നെ തിരിച്ചു പണിയുമെന്നുള്ളത് കൃത്യമായിട്ട് അമാലേക്കർക്ക് അറിയാവുന്നത് കൊണ്ട് അവർക്ക് ഇസ്രായേലിനെ മാത്രമേ ഭയമുള്ളൂ. ഇന്ന് തീവ്രവാദികൾക്ക്, ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന തീവ്രവാദികൾക്ക് ആരെയേ ഭയമുള്ളൂ? ഇസ്രായേലിനെ ഭയമുള്ളൂ. ക്രിസ്ത്യാനിയെ ഭയമുണ്ടോ? ഇതിനൊക്കെ എവിടെ പേരമുണ്ട്?
കാരണം ക്രിസ്ത്യാനിയോട് ഒന്ന് ചോദിച്ചാൽ 2 കൊടുക്കും എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനിക്കറിയാം. അമ്മയെ ചോദിച്ചാൽ മോളെയും കൂടി കൊടുക്കും. അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വലത് കർണത്തിരിക്കുന്നവന് ഇടത് കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്നാണല്ലോ. ഹോ, മാന്യന്മാരിറങ്ങിയിരിക്കുന്നു. മാന്യതയും സുവിശേഷം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടി. റീനയാണോ സുവിശേഷം പറയുന്നത്? ഇതൊക്കെ പറയുന്ന റീനയാണോ സുവിശേഷം പറയുന്നത്? ഇതൊക്കെയാ ചോദിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ റീനയ്ക്ക് സുവിശേഷം പറഞ്ഞുകൂടാ? പിന്നെ സ്വർഗത്തിലെ ദൈവം അങ്ങ് ഓടിപ്പോത്തില്ല ഇതൊക്കെ കേട്ടിട്ട്? സ്വർഗത്തിലെ ദൈവം പറയും, ഏയ് മഹോപാതകി, വഞ്ചകി, ഞാൻ ഇതെല്ലാം നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സുവിശേഷം. കഷ്ടം മാറും, രോഗം മാറും, കടം മാറും, ഭാരം മാറും, എല്ലാം മാറും. ഇത് പറയാനല്ലേ ഞാൻ നിന്നെ വിട്ടത്? വഞ്ചകി, മഹാദ്രോഹി, എന്തിനാടി നീ നിന്റെ വായ കൊണ്ട് ഇങ്ങനെയാവോ മാർക്കിട്ട് കൊടുത്തത്? അയ്യോ, എനിക്ക് കേട്ടിരിക്കാനേ വയ്യ. അയ്യോ, എന്റെ കാതുകൾ. കർത്താവ് നെരുവിളി കൊള്ളുക ഇതൊക്കെ കേട്ടിട്ട്, പേടിച്ച് വരച്ച്. ഇത് കേട്ട് കഴിയുമ്പോഴേ കർത്താവിന് അയ്യോ ഉരുകിപ്പോകുമോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് കർത്താവിന്. റീന ഇത് പറയുന്നത് കേട്ടപ്പോൾ കർത്താവ് അങ്ങ് ഉരുകിപ്പോയി. കർത്താവിന് പിന്നെ ഇത് വഞ്ചക്കി പാതകി. അയ്യോ, എന്തുവാ റീന ഇത്? നീ എന്തുവാ റീന ഇത്? അവന്മാര് പറഞ്ഞിട്ട് പോട്ടെ, എന്തുവാ റീന നീ ഇത്? അയ്യോ അയ്യോ അയ്യോ, വിഡ്ഢിദോഷികളെ, വിവരദോഷികളെ, നിങ്ങളെ പഠിപ്പിച്ചു വെച്ചതും നിങ്ങൾക്ക് പറഞ്ഞു തന്നതുമായിട്ടുള്ള സുവിശേഷം എന്ന് പറയുന്നത് കപടവും വ്യാജവുമാണ്. പൊരുതി നിൽക്കാനുള്ള സുവിശേഷം വിട്ടുപോയല്ലോ നിങ്ങൾ. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ, അവനോട് എതിർത്ത് നിൽപ്പിന്, എന്നാൽ നിങ്ങൾ അവനെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞു. അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ എങ്ങനെ എതിർത്ത് നിൽക്കണം? മാന്യ അദ്ദേഹമേ, വളരെ നന്ദിയുണ്ട് ഇത്ര നേരം വന്ന് തെറി വിളിച്ചതിന്. അമ്മയെ ചോദിച്ചതിന് വളരെ ഉപകാരമുണ്ട്. എന്നെ ചോദിച്ചതിനും വളരെ ഉപകാരമുണ്ട്. പൂവും കായും മായും എല്ലാം ചോദിച്ചല്ലോ, വളരെ സന്തോഷമുണ്ട്. ഒന്ന് പോയി തരുമോ മാന്യ അദ്ദേഹമേ എന്ന് പറഞ്ഞിട്ടാണോ എതിർത്ത് നിൽക്കേണ്ടത്? എന്നാണോ എതിർത്ത് നിൽക്കേണ്ടത്? ശത്രുവിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ വിട്ട് ഓടിപ്പോകും. സാത്താനോട് സാത്താന്റെ ആയുധം വെച്ച് തന്നെ കൊടുക്കണമെന്നേ. അവന്റെ പള്ളക്ക് കയറ്റാനുള്ള സാധനം അവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചൊക്കെ കൊടുത്തേക്കണം. പിന്നെ അവൻ ഈ ജന്മത്തടുക്കത്തില്ല. എന്തുകൊണ്ടാ ഈ സുഡാപ്പികള് പണ്ട് ഇവിടൊക്കെ നിരങ്ങിയായിരുന്നല്ലോ എൻ്റെ പേജിനകത്ത്? എന്തിയെ ഒരുത്തനെയും കാണുന്നില്ല ഇപ്പൊ. പണ്ട് നിരങ്ങിയവന്മാരെയൊന്നും വഴിപോക്കനെ പോലെ ഏതെങ്കിലും ഒരുത്ത് വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതല്ലാണ്ട് പഴയതുപോലെ ഒരുത്തനെയും കാണുന്നില്ല. എന്തുകൊണ്ടാ? അവന്റെ ആയുധം എടുത്തു വെച്ച് അവന്റെ പള്ളക്ക് കയറ്റൂ എന്നുള്ള നല്ല ഉറപ്പുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ ധൈര്യമായിട്ട് എന്ത് ചെയ്യാത്തത്? ഒരുത്തനെ ഇപ്പൊ വരാത്തത് ഇതിനകത്തോട്ട് കയറി. മനസ്സിലായോ? വഴിപോക്കനെ പോലെ ഏതോ ഒരെണ്ണം എന്തോ അലഞ്ഞു തിരിഞ്ഞ് എവിടെയൊക്കെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്ക് റീന എന്നാ നമുക്ക് 2 കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് വലിയ ആള് കളിച്ച് കയറി വന്നിട്ട് ഷോ കാണിച്ചിട്ട് പോകുന്നവന്മാരെ ഉള്ളു. മനസ്സിലായോ? അല്ലാത്തവന്മാരൊന്നും എൻ്റെ അടുത്ത് ഷോ കാണിക്കാൻ വരാത്ത എന്തുകൊണ്ടാ? അവന്റെ ആയുധം വെച്ച് അവന്റെ പള്ളക്ക് കയറ്റി കൊടുക്കും എന്നുള്ളത് അവനെല്ലാം വൃത്തിയാണ് അറിയാവുന്നത് കൊണ്ടാ. അപ്പം ആയുധവും പ്രതിരോധവും ഒക്കെ പഠിച്ചു വെച്ചിരിക്കേണ്ട ക്രിസ്ത്യാനി ഇതൊക്കെ പഠിച്ചു വെക്കും. നിങ്ങള് തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. കർത്താവ് ഇതൊന്നും കണ്ടിട്ട് പേടിച്ച് കുരുങ്ങി നിങ്ങളുടെ വിശുദ്ധിയൊക്കെ അളന്നിട്ട് കർത്താവ് സ്കെയിലും സ്കെച്ചും ഒക്കെ വെച്ചിട്ട് വിശുദ്ധി തിരിച്ചു പറയുന്നത് വിശുദ്ധിയല്ല, നരകത്തിൽ പോകാൻ പറ്റുന്ന. അയ്യോ ഇത് ഭയങ്കര എന്തു പറഞ്ഞ ഇങ്ങനെ പറയരുത്, തിരിച്ചു പറയരുത് കേട്ടോ. അതെങ്ങാണ്ട് എന്തുവാ നരകത്തിൽ പോകാനുള്ള മാനദണ്ഡം. അത് എനിക്കത് ദേഹമൊക്കെ ഒരുമാതിരി അയ്യോ കൂസെന്ന് എനിക്ക് വയ്യ എന്ന് കർത്താവ് അങ്ങ് വെബ്രി കൊള്ളുക കേട്ടിട്ട്. തിരിച്ചു പറയുന്നത് മാത്രം കണ്ടപ്പോഴത്തേക്കും കർത്താവിന് അങ്ങ് നരകത്തിൽ തള്ളാൻ അങ്ങ് തോന്നും. വിശുദ്ധിയൊക്കെ അങ്ങ് പോകും. പരിശുദ്ധാത്മാവിനിടെ പിന്നെ ഇരിക്കാൻ തോന്നത്തില്ല. വെപ്രാളവാ. മനസ്സിലായോ? ഇതൊക്കെയാ മൂടന്മാര് പഠിപ്പിച്ചു. അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച് 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 നിങ്ങളെ അവന്മാര് പൊട്ടന്മാരാക്കി വെച്ചിരിക്കുക ക്രിസ്ത്യാനിയെ. നിങ്ങളെ പാസ്റ്റർ എന്ന് പറയുന്ന ശിഖണ്ഡികളും പുരോഹിതൻ എന്ന് പറയുന്ന ശിഖണ്ഡികളും വിശുദ്ധിയുടെ വേഷവും മാനദണ്ഡവും നിങ്ങൾക്ക് ഇട്ടു തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ശിഖണ്ഡികളായി മാറണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെയുള്ള ശിഖണ്ഡികളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഇരിക്കുമെന്നല്ല. നീയൊക്കെ എന്ത് തോന്നിയവാസം ഒളിച്ചും പാത്തും ഒക്കെ ചെയ്ത് പബ്ലിക്കിൽ പറയാൻ പാടില്ല. പബ്ലിക്കിൽ ഇതൊക്കെ പറയാൻ പാടില്ല. ഇതൊക്കെ വൃത്തികേടാ. പബ്ലിക്കിൽ വൃത്തികേട് നമുക്ക് പോയി ചെയ്യാം. ഭർത്താക്കന്മാർ ഗൾഫിലാണെങ്കിൽ അവൻ്റെയൊക്കെ വീട്ടിൽ കയറി നിരങ്ങാം. നമുക്ക് ആ വൃത്തികേട് നമുക്ക് ചെയ്യാം. ആരും പേരും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമുക്ക് മൊബൈൽ ഫോണിനകത്ത് കുത്തിയിരുന്ന് ഫോൺ വീഡിയോകൾ കണ്ടോണ്ടിരിക്കാം. ആ വൃത്തികേട് നമുക്ക് ചെയ്യാം. ഇത് പറയുന്നതിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പൊളിച്ചും പാത്തൊക്കെ ചെയ്തോ അതൊന്നും പരിശുദ്ധാത്മ കാര്യമാകത്തില്ല. പിന്നെ ആളുകളെ കേൾക്കാൻ പറയുമ്പോഴത്തേക്കും മാന്യത അങ്ങ് പോകത്തില്ലേ? വിവരദോഷികളായ മനുഷ്യ സമൂഹം എങ്ങനെ നന്നാകും? പച്ചയായ മനുഷ്യൻ പച്ചയായി ജീവിക്കേണ്ടതിന് പകരം
അവൻ കൊണ്ട് വാളെടുത്തോണ്ട് വന്നിട്ട് വെല്ലുവിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്റെ വാൾ വാങ്ങിച്ച് അവന്റെ കഴുത്തങ്ങ് തീർത്തേക്കണം, പള്ളയ്ക്ക് അങ്ങ് തീർത്തേക്കണം കാര്യം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്. സ്ത്രീ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ അമ്മയെ താടി എനിക്ക് ബോഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞൊരുത്തൻ ചോദിച്ചു കഴിഞ്ഞാൽ പെറ്റ തള്ളയെ ബലാത്സംഗം ചെയ്യുന്നതിന് സമം തന്നെയാണ്. അത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലെയല്ല, അത് പ്രവൃത്തിയായി. ആ പ്രവൃത്തിക്ക് തിരിച്ചു കൊടുക്കണ്ടേ, ചവിട്ടി തീർക്കണ്ടേ അങ്ങ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നാളെ രാവിലെ വന്ന് ഞാൻ സംസാരിക്കാം കേട്ടോ. ഒത്തിരി ലേറ്റായെന്ന് ഞാൻ തോന്നുന്നു. ഓക്കെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരുപാട് ലേറ്റായി ഞാൻ. ഓക്കെ, നാളെ വന്നിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചൊന്നും ഞാൻ തരുന്നില്ല. നിങ്ങൾ തനിയെ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ബൈബിൾ നോക്കി തനിയെ പഠിച്ചാൽ മതി. ദൈവം എന്തിനാ എന്നെ ഇസ്രായേലിൽ കൊണ്ടുവന്നെന്നറിയാമോ? നിങ്ങൾ ഇത്രയും കാലം കിടന്നത് മുഴുവനും നിങ്ങളെ വഞ്ചിച്ച വഞ്ചകന്മാരുടെ കയ്യിലായിപ്പോയി. മനസ്സിലായോ? ആ വഞ്ചിച്ച വഞ്ചകന്മാരുടെ കയ്യിൽ കിടക്കുന്ന നിങ്ങളെ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി തരാനും എന്താണ് ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതെന്നുള്ളതും കൂടി പറഞ്ഞു തരാനും കൂടിയിട്ടാണ് എന്നെ ഇസ്രായേലിൽ ദൈവം കൊണ്ടുവന്നത്. ഞാൻ ഇസ്രായേലിൽ വന്നില്ലായിരുന്നുവെങ്കിലും, ഈ ഇസ്രായേൽ ജനത്തോടൊപ്പം നടക്കുന്ന ദൈവത്തെ കണ്ടില്ലായിരുന്നുവെങ്കിലും എൻ്റെ ശക്തിയും ഇതുപോലെ നിങ്ങളെപ്പോലെയൊക്കെ ആയിപ്പോയെന്നെയായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ധൈര്യമായിരിക്കെ. നമ്മുടെ മേലുള്ള ആത്മാവ് ദൈവത്തിന്റെ സാക്ഷാൽ ആത്മാവ് തന്നെയാണ്. നമ്മൾ തിരിച്ചു പറയുന്നതിന്റെ മേലിൽ തിരിച്ചു പറയുന്നത് കൊണ്ടോ രണ്ടു കൊടുത്തത് കൊണ്ടോ ഒന്നും നമ്മുടെ പരിശുദ്ധമേലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് പേടിച്ച് പറഞ്ഞു യോ യോ എന്ന് പറഞ്ഞെടുത്ത് ഓടത്തൊന്നുമില്ല. നമ്മളതിന് ശക്തി തരും, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആയുധം എടുത്ത് വെട്ടേണ്ടവനെ വെട്ടിത്തീർക്കാൻ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ്. ഷിജിൻ ജെ ജോൺസൺ, യഹോശുവയുടെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ആയിരിക്കും ഇസ്രായേൽ വീണ്ടും പ്രവാസത്തിലേക്ക് പോകുന്നത്? അല്ല, നമ്മൾ അവസാനം വരെ ഇവിടെ ഉണ്ടായിരിക്കും. അവസാന ടൈമിലാണ് കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ഏലിയാവിനെയും മോശയെയും കൊന്നു കളഞ്ഞതിന് ശേഷം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വന്ന് പറയാം. ഓക്കെ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.